നമസ്കാരം. സച്ചിദാനന്ദൻ ഒരു പ്രധാന വിഷയം ഉയർത്തിയിരിക്കുന്നു. അധികാരം കുത്തകയാകുന്തോറും അത് ദുരധികാരമായി മാറാൻ സാധ്യതയുണ്ട്. റിസർച്ച് ടോപ്പിക് എന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചരിത്രകാരനും മാർക്സിസ്റ്റ് ചിന്തകനുമായ പ്രൊഫസർ കെ എൻ ഗണേഷ്, CPIM സംസ്ഥാന സമിതി അംഗം MB രാജേഷ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം പ്രൊഫസർ കെ എൻ ഗണേഷ്, ഞാൻ അങ്ങ് കേട്ടിട്ടുണ്ടാവുമെങ്കിൽ പോലും സച്ചിദാനന്ദന്റെ വാക്ക്. അത് ജനാധിപത്യത്തെ സംബന്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇത് കോൺഗ്രസ്സുകാർ ഇപ്പൊ ഭരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് തന്നെ പറയും. 2 തവണ ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിരിക്കേണ്ട സമയമായി. പ്രതിപക്ഷത്തിരിക്കുന്നത് നല്ലതാണ് പാർട്ടികൾക്കെന്നാണ് എന്റെ ഒരു മുമ്പെയുള്ള കാഴ്ചപ്പാട്. കാരണം അത് ജനാധിപത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ജനാധിപത്യത്തിൽ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്, വീഴ്ചകൾ കണ്ടുപിടിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നത് ശക്തി കൂടാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്ക് ഉണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പില് തുടർച്ചയായ ഭരണം ഗുണമോ ദോഷമോ എന്ന തലക്കെട്ടില് അധികാരം കുത്തകയാകുന്തോറും അത് ദുരധികാരമായി മാറാൻ സാധ്യതയുണ്ട്. ലോകത്ത് മുഴുവൻ ഇത് നമുക്ക് അനുഭവമുണ്ട്. വളരെ സൂക്ഷിച്ചിരിക്കുക എന്നാണ് പൊതുവെ അവനവനോടും മറ്റുള്ളവരോടും പറയാനുള്ളത്. ബംഗാളിന്റെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന് തുടർച്ചയായിട്ടാണ് അതൊരു മാധ്യമങ്ങളിൽ വിവാദമായി ഉയർന്നു വരികയും അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ സൗണ്ട് ബൈറ്റ് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് അദ്ദേഹം പിന്നെയും ചില സാമൂഹ്യ മാധ്യമ കുറിപ്പുകൾ ഇടുകയും ഒക്കെ ചെയ്തു. ഇതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചീത്തയായി പോകുമെന്നാണ്. എങ്ങനെയാണത്? ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മളിവിടെ നേരിടുന്ന ഒരടിസ്ഥാന പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. CPM അടക്കം ഇടതുപക്ഷ പാർട്ടികൾ മുഴുവനും ഇന്ന് പ്രതിപക്ഷത്താണുള്ളത്. ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഈ പറയുന്ന പാർട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരങ്ങൾ എല്ലാ മേഖലകളിലും ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ നടത്തി വരുന്നു. ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ ബദൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു LDF സർക്കാർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതേ സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെന്റ് വളരെ വ്യക്തമായ രീതിയിലും ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ ഫാസിസ്റ്റ് നയങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക സംസ്ഥാന ഗവൺമെന്റിന്റെ സർക്കാർ ഇനി മുതൽ തുടർഭരണം ഇനി നിങ്ങൾ വേണ്ട, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുള്ളൂ എന്ന് നമ്മൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ ഭരണപക്ഷമായിട്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് ആരാണ് ഭരിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ ഭരണപക്ഷം ആര് ഭരിക്കണം? ആ ഭരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ പിന്തുടരുന്നവരാണോ അല്ലാത്തവരാണോ? ഏതു തരത്തിലുള്ള നയങ്ങളാണ് ഈ ഭരണപക്ഷം? പക്ഷെ ഇവിടെ സച്ചിദാനന്ദൻ ആശങ്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ്. തുടർഭരണം ഉണ്ടാകാനുള്ള പ്രത്യാഘാതം, ധാർഷ്ട്യം, അത് വീണ്ടും മൂന്നാമത്തൊരു ഭരണം ഉണ്ടാവുകയാണെങ്കിൽ നശിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ഇത് ആരാണ് നശിക്കുക? അതാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നശിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണ് നശിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നതും നശിക്കുന്നതും ഈ മൂവ്മെന്റിന് ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ ഭരണം കിട്ടിയോണ്ട് മാത്രമല്ല. ഒരു മൂവ്മെന്റിന്റെ വളർച്ച നിലനിൽക്കുന്ന എപ്പോഴും തന്നെ ഒരു ഭരണവർഗങ്ങളുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണ്. അങ്ങനെ ഭരണവർഗ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനുള്ള ഒരു പ്രത്യേക ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റുകളെ വിനിയോഗിക്കുന്നത് എന്ന് വരികയാണെങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ്
ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന് ഈ ഭരണ കാരണം കൊണ്ട് മാത്രം ഒരു പാർട്ടി നശിക്കും എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ CPIMന്റെ സംസ്ഥാന സമ്മേളനം ഈ ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം, രണ്ടാമത് അധികാരത്തിലേറിയതിനു ശേഷം ഏതാണ്ട് സമാനമായിട്ടുള്ള വിലയിരുത്തലുകൾ അതിന്റെ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബംഗാളിൽ ഉണ്ടായ പോലൊരു തകർച്ച കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുടർഭരണം കൂടുതൽ അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിക്കും, ജനങ്ങളോട് വിനയമില്ലാതെ പെരുമാറുന്ന അവസ്ഥയുണ്ടാവും. ഈ കാര്യത്തെ കുറിച്ചൊരു സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIMന് പ്രത്യേകിച്ച് ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോൾ അവരൊരു വാണിംഗ് നൽകുമ്പോൾ, വാണിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ വാണിംഗ് നൽകുക എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞതിലൂടെ വരുന്നത്. നിങ്ങൾ മാറി നിൽക്കണമെന്നാണ്. അതാണ് പ്രശ്നം. നമ്മൾ വാണി നൽകുക, നിങ്ങൾ തുടർഭരണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള അതെന്തുകൊണ്ടാണ് അങ്ങനെ നടത്തുമ്പോൾ ഞാൻ പറയുന്ന ഒരു ബൂർഷ്വാ ഭരണകൂടത്തിന്റെ ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന, ഉദാഹരണത്തിന് ഇടതുപക്ഷ പാർട്ടി ഏത് പാർട്ടിക്കായാലും ഒരു ബൂർഷ്വാ ഭരണകൂടത്തിന്റെ ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ബൂർഷ്വാ ഭരണകൂടത്തിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കറപ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. അതായത് ഒരു ഭരണകൂടത്തിന്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് ആ ഭരണകൂടം നിലനിൽക്കുന്നത്, അല്ലെ ഭരണവർഗങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള കറപ്ഷന്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസ് നിലനിന്നത് ഈ കറപ്ഷന്റെ അടിസ്ഥാനത്തിലാണ്. BJP അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഈ പറയുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിന് വരും എന്ന് ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി. വരാം അങ്ങയിലേക്ക്. ശ്രീ MP രാജേഷ്, അശോകൻ ചെരുവിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവിടെ പോകുമ്പോൾ ആഗ്രഹിച്ചത് മാഷ് എന്താണ് പറയാന്ന് കേൾക്കാം. അത് തന്നെയാണ് നമ്മളെപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ചെയ്യാറ്. തുടർഭരണം വേണയോ വേണ്ടയോ തുടർഭരണം വേണ്ട എന്നുള്ളൊരു വാദഗതി അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് തുടങ്ങി വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷാണ്, കാരശ്ശേരി മാഷാണ്. ഒരു അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2021 അദ്ദേഹം ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചു. ആ ഭരണമാറ്റം ഒരുപക്ഷെ നടക്കുകയില്ല എന്ന് അദ്ദേഹം തോന്നി. അപ്പൊ ഭരണമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഫോർമുലയാണ്. അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി അശോകൻ ചെരുവിൽ പറയുന്നത് ഭരണമുണ്ടെങ്കിലേ കോൺഗ്രസ് നിൽക്കൂ, ഭരണമില്ല എങ്കിൽ കോൺഗ്രസുകാർ BJPയിലേക്ക് പോകും എന്നാണ്. അതേസമയം ഇടതുപക്ഷത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഭരണം പോയാലേ ഇടതുപക്ഷം നിൽക്കൂ എന്നുള്ള ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു കാരശ്ശേരി മാഷ. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇതൊരു നെറേറ്റീവായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അതിശയായി കാണുന്നുണ്ടോ? അതായത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നെറേറ്റീവിലേക്ക് വരേണ്ടി വരുന്നത്? ഈ സർക്കാർ അധികാരമൊഴിയണമെന്ന് പറയാൻ മറ്റൊരു കാരണവും ഇല്ലാത്തത് കൊണ്ട് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു നെറേറ്റീവാണ്. അതിൽ ചിലർ അറിഞ്ഞും പലരും അറിയാതെയും വീണ് പോകുന്നുണ്ടാവും, ഇതിന്റെ ഭാഗമാവുന്നുണ്ടാവും. മറ്റൊരു കാരണവും ചൂണ്ടിക്കാണിക്കാനില്ല. എന്ന് വെച്ചാൽ സർക്കാർ മോശമാണെന്നോ, സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നോ, സർക്കാരിൻ്റെ ഭരണത്തിൽ പരാജയമുണ്ടായിരുന്നോ, അഴിമതി ഉണ്ടായിരുന്നോ ഒന്നും പറയാനില്ല. അപ്പോൾ ഉണ്ടാക്കുന്നത് എന്താ? നിങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്നൊരു ഭാഗം. മാത്രമല്ല, അവർക്ക് അധികാരം കൊടുത്തില്ലെങ്കിൽ അവർ നിൽക്കില്ല, അവർ BJP പോകും. രണ്ട് കാര്യങ്ങൾ എനിക്ക് സച്ചിദാനന്ദ മാഷ് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, ഈ കോൺഗ്രസ് ജയിച്ചില്ലെങ്കിൽ BJP പോകുമെന്ന് പറയുന്ന വാദമുണ്ടല്ലോ. ഇതുവരെയുള്ള ചരിത്രം മുഴുവൻ എന്താ? ജയിച്ചിട്ട് പോയതാണ്. കർണാടകയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് ആണ് BJP പോയി, BJP ഭരണം വന്ന്. അതാണല്ലോ കഴിഞ്ഞ ഗവൺമെന്റ്. അതെ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം. ഓപ്പറേഷൻ ലോട്ടസ്. ഗോവ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം കോൺഗ്രസിനായിരുന്നു. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിതിൻ ഗഡ്കരി ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. രാത്രി 7:30 അമിത്ഷാ വിളിച്ചു, എന്താണ് ഗോവയിലെ സ്ഥിതി എന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രതീക്ഷയ്ക്ക് വകയില്ല, ഭൂരിപക്ഷം കോൺഗ്രസിനാണ്. അങ്ങിപ്പോൾ ഗോവയിലെത്തണം, എങ്ങനെയും ഗവൺമെന്റ് രൂപീകരിക്കണം എന്ന് നിർദ്ദേശം തന്നു. പ്രത്യേക വിമാനത്തിൽ ഞാൻ അർദ്ധരാത്രിയോടുകൂടി പനാജി വിമാനത്താവളത്തിൽ ഇറങ്ങി. പുലർച്ചെ 5:30 ആയപ്പോഴേക്കും ഭൂരിപക്ഷം ഉണ്ടാക്കി. ഇത് നിതിൻ ഗഡ്കരി ഇന്ത്യൻ എക്സ്പ്രസിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ജയിച്ച കോൺഗ്രസ് ആണ് പോയത്.
മണിപ്പൂരിൽ ജയിച്ച കോൺഗ്രസ് ആണ് പോയത്. അരുണാചൽ പ്രദേശിൽ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് ആണ്. അന്നത്തെ മലയാള മനോരമയുടെ തലക്കെട്ട് ഓർക്കുന്നുണ്ടോ? 32 പേരിൽ 31 പേരും BJP ആയി. അന്ന് BJP ഇല്ല. അതാ പറഞ്ഞത്, 31 പേരും BJP ആയി. എന്തായിരുന്നു തലക്കെട്ട്? കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ അവശേഷിക്കുന്നത് ഒരു വിരൽ മാത്രമെന്നാണ്. അപ്പൊ ഇതെല്ലാം ജയിച്ചെടുത്താണ്. ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് നേതാവും PCC പ്രസിഡന്റും ആയിരുന്ന ആളാണ്, അവിടെ മന്ത്രിയായിട്ടുള്ള ആളാണ്. എത്ര ഉദാഹരണങ്ങളുണ്ട്. ജയിച്ച കോൺഗ്രസ് ആണ് BJP. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മറ്റത്തൂരിൽ ജയിച്ച കോൺഗ്രസ് ആണ് BJP ആയത്. മറ്റേ മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനിൽ 15 ജയിച്ച, അവിടെ BJPക്ക് ഭൂരിപക്ഷം ഇല്ല, ജയിച്ച കോൺഗ്രസ് കോർപ്പറേറ്റർമാർ, കൗൺസിലർമാരാണ് നേരെ BJP പോയി BJP ഭരണം പിടിക്കുന്നത്. എത്ര ഉദാഹരണം. ബീഹാറിൽ പിന്നെ പോട്ടെ, അവര് മറ്റേ ജയിച്ചവരാണ്, അധികാരത്തിലല്ല. ഞാൻ പറഞ്ഞ അധികാരം ഉള്ളപ്പോൾ കാലുമാറിയാതെയാണ് ഞാൻ പറയുന്നത്. അധികാരം ഉള്ളപ്പോൾ കാലുമാറിയ കഥയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ജയിച്ചാൽ കാലുമാറില്ല എന്ന് പറയും. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണത്തെ BJP പ്രസിഡന്റിന്റെ പ്രസ്താവന ഓർമ്മയുണ്ടോ? ഞങ്ങൾക്കൊരു 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിച്ചോളും, കിട്ടിയാൽ ഭരിക്കും എന്ന് പറഞ്ഞത്. അത് എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 2, സച്ചിദാനന്ദ മാഷ് പറഞ്ഞാല് അദ്ദേഹം ഒരു സംവാദം ഉദ്ദേശിച്ചായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ നോക്കിയാൽ അടിസ്ഥാനപരമായൊരു പ്രശ്നം എന്താ? അദ്ദേഹം വിചാരിക്കുന്നത് ഇടതുപക്ഷം ഈ ഭരണവർഗത്തിന്റെ ഭാഗമാണെന്നാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അധികാരത്തിലിരിക്കുന്നതും ഒരു സമരമാണ്. തെരുവിൽ സമരം ചെയ്യുന്നത് പോലെ, നിയമസഭയിലും പാർലമെന്റിലും സമരം ചെയ്യുന്നത് പോലെ അധികാരവും ഒരു സമര മാർഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? ഈ 10 കൊല്ലത്തെ കാര്യം എടുക്കുക. എങ്ങനെയാണ് അധികാരം ഒരു സമരമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഉപയോഗിച്ചത്? രാജ്യത്താകെ സ്കൂൾ അടച്ചുപൂട്ടുന്നു. അത് ഏത് പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റോ ആവട്ടെ, രാജ്യത്താകെ സർക്കാർ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 5000 കോടിയാണ് മുതൽ മുടക്കിയത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്. ഇവിടെ സർക്കാർ സ്കൂളുകൾ മികച്ച സൗകര്യമുള്ള, അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ പലയിടത്തും വരുന്നു. മികച്ച സൗകര്യമുള്ള സ്കൂളുകളായിട്ട് ഏറെക്കുറെ എല്ലാം മാറുന്നു. അതൊരു സമരമാണ്. എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസം ഇല്ലാതാക്കുന്നതിനെതിരായി അധികാരം ഉപയോഗിച്ചുള്ള സമരമാണ്. സർക്കാർ ആശുപത്രി ഇവിടെ നന്നാവുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്ന തരത്തിൽ ഒരു സർക്കാർ ആശുപത്രി കേരളത്തിലുണ്ടാവുന്നു. ജില്ലാ ആശുപത്രി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിലുണ്ടാവുന്നു. മറ്റെല്ലായിടത്തും ദശലക്ഷക്കണക്കിന് രൂപ മുടക്കാൻ കഴിയുന്നവന് മാത്രം ഈ സൗകര്യം ഉണ്ടാവുമ്പോൾ കേരളത്തിൽ പാവപ്പെട്ടവനും ഈ സൗകര്യം ഉണ്ടാവുന്നു. അതൊരു സമരമാണ്. അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ പ്രത്യേകം പദ്ധതി ആവിഷ്കരിക്കുന്നു. ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ ഉണ്ടാക്കുന്നു. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു, ഭൂമി ഉറപ്പാക്കുന്നു. അത് ഒരു സമരമാണ്. അപ്പോൾ എന്താണ് സച്ചിദാനന്ദ മാഷ് പ്രതിപക്ഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ ഒരേ ഒരു പ്രതിപക്ഷം ഇടതുപക്ഷമാണ്. കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ്, വിവിധ സംസ്ഥാനങ്ങളിലിരിക്കുന്ന മറ്റെല്ലാ ഗവൺമെന്റുകൾ ഈ ഉദാരവൽക്കരണ നയം എന്താണ്? സാമൂഹ്യ മേഖലയിൽ നിന്ന് പിന്മാറുക, പൊതു ചെലവുകൾ വെട്ടിച്ചുരുക്കുക, ക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കുക. ഈ നയം പിന്തുടരുമ്പോൾ അതിന് എതിരായ പ്രതിപക്ഷ നയം, ബദൽ നയം എന്നതിനേക്കാൾ കുറച്ചുകൂടി പറഞ്ഞാൽ പ്രതിപക്ഷ നയം നടപ്പാക്കുകയും അത് വിജയകരമാണെന്ന് തെളിയിക്കുകയും ചെയ്തൊരു ഗവൺമെന്റാണ്. അത് നടപ്പാക്കി പരാജയപ്പെടുകയല്ല ചെയ്തത്, അത് വിജയകരമാണെന്ന് തെളിയിക്കുകയും ചെയ്തത്. അപ്പം ഞാൻ നോക്കൂ, ഇത് അധികാരം ഒരു സമരമാർഗം എന്ന് പറയുന്നതിന് ഉദാഹരണം ഇഷ്ടം പോലെ നമുക്ക് പറയാം. രാജ്യത്താകെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, തീർക്കട്ടെ. രാജ്യത്താകെ കാണുന്നത് എന്താ? പാവപ്പെട്ടവന്റെ, ദളിതന്റെ, ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുന്നതാണ്. അത് ഉത്തരേന്ത്യയിലെ BJP ഗവൺമെന്റും കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റും ചെയ്യുന്നതാണ്. നമ്മളെന്താ ചെയ്യുന്നത്? 5 ലക്ഷം വീടായി ലൈഫ്. ആർക്കാ കിട്ടുന്നത്? ഈ പാവപ്പെട്ടവർക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് മാഷ് കരുതുന്നത് പോലെയല്ല. ഞാൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അധികാരം തന്നെ ഒരു സമരത്തിനുള്ള ഉപകരണമാണ്. പക്ഷെ അധികാരം നിങ്ങളെ ദുഷിപ്പിക്കുന്നു എന്ന് സച്ചിദാനന്ദനെ പോലെ ലോകം ദുഷിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ദുഷിപ്പിച്ചേക്കാം. അദ്ദേഹത്തിൻ്റെത് ഭാവന കവിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാവനയുടെ ലോകത്തായിരിക്കുമല്ലോ അദ്ദേഹം പ്രധാനമായിട്ടുണ്ടാവും. അപ്പം അദ്ദേഹം ആശങ്കപ്പെടുകയാണ്. അത് കുറച്ച് ഇമാജിനറിയാണ്. എന്നാൽ അതിന് സാധ്യതയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ സമൂഹത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കുന്നത്, ഇടതുപക്ഷവും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ദുഷ്പ്രവണതകൾ വന്നേക്കാം. അത് ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് എന്നതാണല്ലോ പാർട്ടി രേഖ ഉദ്ധരിച്ച് പറഞ്ഞത്. അപ്പൊ പ്രധാനം എന്താണ്? അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അത് ന്യായമായ കാര്യമാണ്, മനസ്സിലാക്കാം. നിങ്ങൾ ജാഗ്രത പുലർത്തണം. നിങ്ങൾ ഇതിനെതിരെ സ്വയം സമരം ചെയ്യണം, അകത്ത് സമരം ചെയ്യണം.
പാർട്ടിക്കകത്ത് സമരം ചെയ്യണം, ഇടതുപക്ഷക്കാർ നിരന്തരമായി അവനവനോട് സമരം ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ശരിയുമാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അതിന് പകരം ഇനി ഈ ദുഷ്പ്രവണതകളൊന്നും ഇല്ലാത്തവർക്ക് അവസരം കൊടുക്കാൻ മാറി നിൽക്കാനാണോ പറയുന്നത്? ആണോ? ആർക്ക് അവസരം കൊടുക്കാനാണ് മാറി നിൽക്കാൻ പറയുന്നത്? ഈ ദുഷ്പ്രവണതകൾ കൊണ്ട് ജനങ്ങൾ പുറന്തള്ളിയ ഒരു കൂട്ടർക്ക് നിങ്ങളൊരു അവസരം കൊടുക്കൂ. യഥാർത്ഥത്തിൽ അതെന്താ സംഭവിക്കുക? അത് ഇടതുപക്ഷം നശിക്കും എന്നുള്ളതല്ല യഥാർത്ഥ പ്രശ്നം, കേരളം നശിക്കും എന്നതാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ നേരത്തെ ശ്രീ എം വി രാജേഷ് ഹിമന്ത ബിശ്വ ശർമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ. കോൺഗ്രസിൽ നിന്ന് BJP-യിലെത്തി അസമിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഏറ്റവും കൂടുതൽ. असम के सीएम हेमंत बिस्वा शर्मा हाथ में बंदूक ताने हुए निशाने पर दो लोग दिखाए जा रहे हैं। एक सफेद बनियान सफेद टोपी पहने हुए, दूसरे की भूरे नारंगी रंग की लंबी दाढ़ी है। निशाना लगते लगते CGI से एक नकली गोली चलती है जो जाकर सीधे इन दोनों की तस्वीर पर लग जाती है। नेम प्लेट पर लिखा होता है पाईजान। बगल में एक और फोटो फ्रेम है जिस पर पाकिस्तान हाई कमीशन लिखा दिख रहा है। नीचे एक और ग्रुप फोटो है जो अपनी असम के सीएम हेमंत ഇതാണ് बिस्वा അവസ്ഥ. शर्मा। നോക്കൂ, ഈ കാലഘട്ടത്തിലാണ് സച്ചിദാനന്ദ മാഷ് അങ്ങനെ പറയുന്നത്. അതിന്റെ ആഴം എത്രയാണെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? നേരത്തെ രാജേഷ് അതിന് വിശദമായി പറഞ്ഞല്ലോ. അരുണാചൽ പ്രദേശ് മുതൽ മറ്റത്തൂർ വരെ കെ സുരേന്ദ്രൻ 35 മുതൽ 40 വരെ കിട്ടിയാൽ ഞങ്ങൾ അധികാരം പിടിക്കും എന്ന് പറഞ്ഞിടത്ത് നിന്ന് പിന്നീട് രണ്ടാമതും ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ മറ്റത്തൂരിൽ ഞങ്ങൾ 4 സീറ്റ് ജയിച്ചപ്പോൾ പഞ്ചായത്ത് ഭരണം പിടിച്ചില്ലേ എന്നാണ് ചോദിച്ചത്. ഒറ്റ കാര്യം ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ഈ മുസ്ലിമിന്റെ ചിത്രത്തിന് നേരെ ഉന്നം പിടിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയിലേക്ക് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ സതീശനിലേക്കും ഉള്ള ദൂരം വളരെ കുറവാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് സച്ചിദാനന്ദ മാഷിന്റെ ഒക്കെ ഒരു പ്രോബ്ലം അവിടെയാണ് കിടക്കുന്നത്. അതായത് ഈ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു ഭരണവർഗത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കിടക്കുന്നത്. അദ്ദേഹം കാണുന്നത് നരേന്ദ്രമോദി ഹിന്ദുത്വ വർഗീയത, അത് ഫാസിസമാണ് എന്നുള്ളൊരൊറ്റ ലോജിക്കിലാണ് നിൽക്കുന്നത്. ഈ ഫാസിസത്തെ യഥാർത്ഥത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്, ഇത്തരത്തിലുള്ള ഫാസിസ്റ്റിക് പ്രവണതകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിത്തം. അപ്പൊ ഈ കോർപ്പറേറ്റ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ അത് ഒരിക്കലും തന്നെ സച്ചിദാനന്ദ മാഷിന്റെ വായിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫാസിസം എന്ന് കാണുന്നത് ഒരു മതവർഗീയ ഫാസിസത്തെ കുറിച്ച് മാത്രമാണ്. അങ്ങനെയുള്ള മതവർഗീയ ഫാസിസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മള് ഇതുപോലെയുള്ള മതവർഗീയതയ്ക്ക് ഏത് മതവർഗീയതയായാലും അതിന് ഫാസിസ്റ്റായിട്ട് മാറാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം കാണുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ മറ്റേ സവർക്കറും മറ്റേ അത് ഗോൾവാൾക്കറിന്റെ ഇത് വെച്ചുകൊണ്ട് സതീശൻ ഇത്തരത്തിൽ പറയുന്ന അതേ സതീശൻ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതവർഗീയ സ്വഭാവം ഇല്ല എന്നും ഇപ്പോൾ അവരൊരു മോഡേൺ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള നിലപാടെടുക്കുന്നു. അപ്പൊ അത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, സതീശനെ പോലെയുള്ള രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിക്കകത്ത് നിലനിൽക്കുന്ന മതവർഗീയ ഫാസിസ്റ്റ് സ്വഭാവത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല അവരുമായിട്ട് സന്ധി ചെയ്യാനായിട്ടൊരു പ്രയാസവും ഇല്ല എന്നുള്ളത്. അത് പരസ്യമായിട്ട്, ഞാനത് പരസ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യങ്ങളാണ്. ഇതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സാധാരണ ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോൺഗ്രസും BJPയും തമ്മിലുള്ള വേർതിരിവുകൾ എന്ന് പറയുന്നത് വളരെ വളരെ ലോലമാണ്. കാരണം നമ്മളിപ്പോൾ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷം പേര് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് ഇത്തരത്തിലുള്ള ഒന്നുകിൽ കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ്, അത്തരത്തിലുള്ള ആളുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഹേമന്ത് ബിശ്വ ശർമ്മയെ പോലുള്ള ആളുകൾ. അതായത് കോൺഗ്രസിന്റെ ഒരു PCC പ്രസിഡന്റ് ആയിട്ടുള്ള ആള് ഏറ്റവും മൊരത്ത ആന്റി മുസ്ലിം, ഇവിടുത്തെ ഏറ്റവും കൃത്യമായിട്ട് NPM നടപ്പിലാക്കുന്ന, ഇവിടുത്തെ ഏറ്റവും കൃത്യമായിട്ട് നമ്മളുടെ രജിസ്റ്റർ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകളെ, അതിലൊരു മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന അൻവാര തൈമൂർ അടക്കമുള്ള ആൾക്കാരെ ഇവര് മുഴുവനും യഥാർത്ഥത്തിൽ ഇവിടെ എന്താ പറയണ്ടേ ഒരു വോട്ടേഴ്സ് അല്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ്.
അപ്പൊ അങ്ങനെ ഇതിൽ അൻവാര തൈമൂറിനെ പോലെയുള്ള ഒരു മുൻ ജസ്റ്റിസ്, സുപ്രീം കോടതി ജസ്റ്റിസും അതിൻ്റെ അകത്ത് വിടുന്നുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ച ആളാണ് ഹേമന്ത് ബിശ്വ ശർമ്മ. അത്തരത്തിലുള്ള ആളുകൾ അവരും കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇതേ തരത്തിലുള്ള കോൺഗ്രസ്സുകാർ ഇതേപോലത്തെ ആളുകൾ തന്നെയാണ്. BJPക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ പറയാത്തൊരു കാര്യം കൂടി BJP ഡൽഹിയിൽ യഥാർത്ഥത്തിൽ BJP ജയിച്ചത് എങ്ങനെയാണ്? ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ യഥാർത്ഥത്തിൽ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ BJP ജയിക്കില്ലായിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് ജയിക്കില്ല. പക്ഷെ ആരാ പൊളിച്ചത്? കോൺഗ്രസ് ആണ് പൊളിച്ചത്. ഇത് നമ്മൾ കാണാതിരുന്നു. ഇതിന്റെ അർത്ഥം ഒരു സ്ഥലത്തും കോൺഗ്രസിന് മുൻകൈയുള്ള അവരുടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആധിപത്യം നിലനിർത്തുന്ന ആ വാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നണിക്ക് മാത്രം അവർ എന്തെങ്കിലും തരത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. സച്ചിദാനന്ദ മാഷ് വിചാരിക്കുന്ന പോലെ കോൺഗ്രസ് ഇടതുപക്ഷവും തമ്മിലുള്ള മുന്നണിക്ക് ആദ്യം എതിർ നിൽക്കുന്ന കോൺഗ്രസ് ആയിരിക്കും. നമുക്കിത് സച്ചിദാനന്ദ മാഷ്ക്ക് തിരിച്ചറിയാൻ കഴിയാതെ, ഇപ്പൊ ഞാൻ ഈ ദൃശ്യങ്ങൾ കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് കോൺഗ്രസ്സുകാരനിൽ നിന്ന് BJP പരകായ പ്രവേശം ഉണ്ടായപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കായാലും ക്രിസ്ത്യൻ വിഭാഗത്തിനായാലും തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രദേശം കേരളമാണ്. അതിന്റെ കാരണക്കാര് ഇടതുപക്ഷമാണ് എന്ന് അറിയുന്ന ആളായിരിക്കില്ലേ സച്ചിദാനന്ദ മാഷ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ BJP അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു സംവിധാനത്തെ തിരികെ കൊണ്ടുവരണമെന്ന അദ്ദേഹം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് വളരെ ലളിതവൽക്കരണവുമാണ്. സച്ചിദാനന്ദ മാഷെ പോലെ വളരെ ആഴത്തിൽ രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരാൾ ഒരു കാലത്ത്, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അതിശയം തോന്നുന്ന തരത്തിലുള്ള ഒരു ഉപരിപ്ലവമായ വിശകലനവുമാണത്. കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ത്യയിലെ ഒരു വർഗീയ സംഘർഷം പോലും നടക്കാത്ത സ്ഥലം ഈ കേരളമാണ് എന്നുള്ളത് മാഷ്ക്ക് അറിയാത്ത കാര്യമില്ല. BJPയുടെ ഈ പോളറൈസേഷന്റെ പൊളിറ്റിക്സ് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കാത്തത്? ബാക്കി എല്ലായിടത്തും BJP എങ്ങനെ കയറി വന്നത് ഈ വർഗീയ രാഷ്ട്രീയം പ്രയോഗിച്ചാണ്. ആസാം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എല്ലായിടത്തും മുസഫർനഗറിലെ കലാപം ഉണ്ടാക്കിയിട്ടാണ് SP അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത്, പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ടാണ്. BJPയുടെ രാഷ്ട്രീയം ലളിതമാണ്, സ്ട്രെയിറ്റ് ആണ്. പോളറൈസ് ചെയ്യുക, ഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങുക. അത് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വിജയിക്കാതെ പോയി? അതും ഈ 10 വർഷം BJP കേന്ദ്രാധികാരത്തിലിരുന്ന 10 വർഷം ആയിട്ട് പോയി. ഒറ്റ കാരണമേ ഉള്ളൂ, ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അത് കഴിയാതെ പോയത്. അത് മനസ്സിലാക്കാൻ മാഷക്ക് കഴിയാത്തത് എന്തുകൊണ്ടെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. വേറൊന്നും, മാഷ് നല്ല ചരിത്രബോധമുള്ള ആളാണല്ലോ. കേരളത്തില് വർഗീയ സംഘർഷങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് എപ്പോഴാണ്? ഏത് നിങ്ങൾ എടുത്തു നോക്കൂ. തലശ്ശേരി കലാപം, അത് കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുള്ള പൂന്തുറ, വിഴിഞ്ഞം, മട്ടാഞ്ചേരി, ആലപ്പുഴ നബിദിന ഘോഷയാത്രയുടെ വെടിവെപ്പ്, 91 പാലക്കാട്ട് വെടിവെപ്പ്, എല്ലാ സംഘർഷങ്ങളും നടന്നിട്ടുള്ളത് ഏത് കാലത്താണ്? മാറാട്, 2 മാറാട് കലാപങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുകയും വലതുപക്ഷം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരുമ്പോൾ ഇതുണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ്. വർഗീയ ശക്തികളോടുള്ള നേരത്തെ പറഞ്ഞ ഒത്തുതീർപ്പാണ്. ഒരേ സമയം ഗോൾവാക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി വിളക്ക് കൊളുത്താനും അതേ സമയം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കഴിയുന്ന ഈ ഒത്തുതീർപ്പുണ്ടല്ലോ, സന്ധി ഉണ്ടല്ലോ, ആ സന്ധിക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇത്. അവർക്ക് എങ്ങനെയാണ് മതനിരപേക്ഷമായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പറ്റുക? ഇപ്പോൾ ഇന്ത്യയിലാകെ ആരാണ് ഉറച്ച നിലപാടെടുത്തിട്ടുള്ളത്? സച്ചിദാനന്ദ മാഷക്ക് അറിയാത്താവില്ലല്ലോ. അയോധ്യയിലെ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ വെള്ളി ഇഷ്ടിക കൊടുത്തവരാണ് കോൺഗ്രസ്സുകാർ. പ്രിയങ്ക ഗാന്ധി, ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അതിനെ ദേശീയോദ്ഗ്രഥനത്തിന്റെ പ്രതീകം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ കോൺഗ്രസിന് മതനിരപേക്ഷതയുടെ സംരക്ഷിക്കാനാവും എന്ന് ഒരു കാര്യഗൗരവമുള്ള ആർക്കാണത് വിശ്വസിക്കാൻ പറ്റുക? അപ്പൊ നിലപാടുകളിൽ തന്നെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് കേവലം ഈ കാലുമാറി എന്നുള്ളതല്ല. അടിസ്ഥാനപരമായി കോൺഗ്രസും BJPയുടെ വർഗീയ രാഷ്ട്രീയം തമ്മിൽ വലിയ വൈരുദ്ധ്യമില്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇപ്പോഴല്ല, ചരിത്രപരമായി തന്നെ അങ്ങനെയാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന് 6 മാസം കഴിയുന്നതിന് മുമ്പ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് RSSകാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചതാണ്. നെഹ്റുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു കമ്മിറ്റി കൂടിയത്, സർദാർ പട്ടേലിന്റെ മുൻകൈയിലാണ്. 6 മാസം കഴിഞ്ഞിട്ടില്ല. നെഹ്റു വിദേശത്തായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നെഹ്റു ഇടപെട്ടിട്ടാണ് ആ തീരുമാനം റദ്ദാക്കുന്നത്. RSS മേധാവിയായിട്ടുള്ള പട്ടേലും RSS തമ്മിലുള്ള ധാരണ അതായിരുന്നല്ലോ. അതാണ് പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ പിൻവലിച്ചില്ലേ.
നിരോധനം പിൻവലിച്ചു. RSSന് റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടത്താൻ സൗകര്യം കൊടുത്ത് ഗാന്ധി വധത്തിന് ശേഷം ഒറ്റപ്പെട്ട് കഴിഞ്ഞ RSSന് മുഖ്യധാരയിലേക്ക് വരാൻ അവസരം കൊടുക്കുകയും മാന്യത ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്താരാ? അടിയന്തരാവസ്ഥയിൽ ദേവറസിന്റെ RSSന്റെ മേധാവിയുടെ കത്തുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കത്തുണ്ട്. ഒന്നല്ല, 2 3 കത്തുണ്ട്. ഇതാണ് കോൺഗ്രസും RSSും അല്ലെങ്കിൽ കോൺഗ്രസും വർഗീയതയും തമ്മിലുള്ള പാരസ്പര്യം എല്ലാ കാലത്തും എന്നത്. പിന്നെ ഇപ്പോ ഇന്നേ വരെ കോൺഗ്രസ് എന്താ പറയാ ഒരു പശ്ചാത്താപം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഡൽഹി വംശഹത്യയെ ന്യായീകരിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ളതാണ് പറഞ്ഞത്. NS മാധവന്റെ കഥയ്ക്ക് തന്നെ നിദാനമായ രാഹുൽ ഗാന്ധി അത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ബാക്കി കോൺഗ്രസ് നേതാക്കൾ ആരും അക്കാര്യത്തിൽ കോൺഗ്രസ് ഔദ്യോഗികമായ ഒരു പാർട്ടി എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് കോൺഗ്രസ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ കോൺഗ്രസിനെ എങ്ങനെയാണ് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ആവേശകരമായി അവരുടെ അശോക റോഡിലുള്ള ആഫീസിലൊരു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസംഗിച്ചിട്ടുള്ളത് ത്രിപുരയ്ക്ക് ശേഷമാണ്. കാരണം പ്രത്യയശാസ്ത്ര വിജയം പറഞ്ഞത്. അപ്പൊ ആ പ്രത്യയശാസ്ത്ര വിജയത്തിൽ മോദി പറഞ്ഞത് നമ്മൾ ഒരുപാട് വലിയ സംസ്ഥാനങ്ങൾ ജയിച്ചു, അതിനേക്കാളെല്ലാം നമുക്ക് ആഹ്ലാദം പകരുന്നത് ത്രിപുരയിലെ വിജയമാണ്. കാരണം തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ഇതാണ് പ്രത്യയശാസ്ത്ര വിജയം. അതിലൊരു കാര്യം കൂടി സൂചിപ്പിക്കാറുണ്ട്. അതായത് ശ്രദ്ധിക്കാത്ത ഒരു ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽ കൂടിയുണ്ട്. അതായത് നമ്മള് 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാൻ ചെയ്തു. ആ ബാൻ ചെയ്ത സമയത്ത് ഈ കാലഘട്ടത്തിൽ ജയിലിലായിരുന്ന ഒരാള് ഗോൾവാൾക്കറാണ്. ഗോൾവാൾക്കർ അന്നൊരു കത്തെഴുതി ഗവൺമെന്റ്, അതായത് എന്നെ തുറന്നു വിടണം, കത്തിതാണ്, എന്നെ നിങ്ങൾ തുറന്നു വിടണം, നിങ്ങളെ എന്നെ സഹായിക്കാനും നിങ്ങളെ എനിക്ക് സഹായിക്കാനായിട്ട് പറ്റും. കാരണം നമ്മളുടെ രണ്ടുപേരുടെയും പൊതു എനിമി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനായിട്ടും ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ദേശസ്നേഹിയായിട്ടുള്ള ആരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ആ രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള സഹകരണം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, അതുകൊണ്ട് എന്നെ തുറന്നു വിടണം എന്ന് പറയുകയും ഗോൾവാൾക്കർ പുറത്തു വരികയും ചെയ്തു. ഇതുകൂടി നമ്മൾ കാണേണ്ടത്. അതെ, ഒരു ചരിത്രപരമായി ചേർന്ന് നിൽക്കൽ എന്ന് പറയുന്നത് പറയാനുള്ള കാരണം ഇപ്പൊ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദഗതി എന്ന് പറഞ്ഞാൽ ഈ ഇടത് ഹിന്ദുത്വം മുതലായിട്ടുള്ള വാദഗതികൾ ഉന്നയിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നായിട്ട് പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഗതി വരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഹിഡനായിട്ട് അതിപ്പോഴും പരസ്യമായിട്ട് അല്ലാതെയോ പറയുന്ന കാര്യങ്ങളൊന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയുണ്ട് എന്നുള്ള രീതി പറയുന്നു. ഇത് പച്ച നുണയാണ് എന്നുള്ള കാര്യം അതും നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ പച്ച നുണ എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് അവരുടേതായിട്ടുള്ള സഖ്യം എന്ന് വളർത്തിക്കൊണ്ടുവന്നത്. ഇതും കൂടി നമ്മൾ കാണാം. പക്ഷെ നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ 48-ൽ കോൺഗ്രസിൽ RSSനെ ചേർക്കാൻ പട്ടേൽ ശ്രമിച്ചു എന്ന് പറയുന്നതിന് ഒപ്പം ചോദിക്കാവുന്ന മറിച്ചുള്ളൊരു ചോദ്യമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം യോജിച്ചു നിന്നിരുന്നു. അപ്പോ ഗോൾവാൾക്കർ നമ്മുടെ രണ്ടുപേരുടെയും ശത്രു കമ്മ്യൂണിസ്റ്റുകളാണ്, നിങ്ങൾക്കൊപ്പം നിന്ന് കമ്മ്യൂണിസ്റ്റുകളെ ഞങ്ങൾക്ക് എതിർക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ RSSുമായി ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ RSS ഉൾക്കൊള്ളുന്ന ജനതാ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെ എതിർത്തിട്ടില്ലേ? ആ ഡിബേറ്റ് എനിക്ക് അല്പം പരിചയമുള്ളൂ. ഞാൻ പറഞ്ഞോളെ, ആ ഡിബേറ്റ് അല്പം പരിചയമുള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. അതായത് 1974 JP പ്രസ്ഥാനം രൂപം കൊണ്ടുവന്നപ്പോൾ ഈ JP പ്രസ്ഥാനവുമായിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM അന്ന് സഹകരിച്ചില്ല. JP പ്രസ്ഥാനം നടത്തുന്ന ക്യാമ്പയിൻസിന്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ലായിരുന്നു പ്രശ്നം. അതിന്റെ അകത്ത് RSS JP പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. കാരണം JP പ്രസ്ഥാനമായിട്ട് സഹകരിക്കുന്ന ഒരു സിറ്റുവേഷൻ RSS ഉള്ളിടത്തോളം കാലം നമുക്കൊരു ജോയിന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് JP പ്രസ്ഥാനമായിട്ട് സാധിക്കില്ല എന്നുള്ള നിലപാടാണ് അന്ന് CPM എടുത്ത നിലപാടാണ് പറയുന്നത്. പിന്നെ 1977 അതുകൊണ്ട് നമ്മൾ കാണും ജനതാ പാർട്ടി രൂപം കൊള്ളുന്നു. ഈ ജനതാ പാർട്ടി രൂപം കൊള്ളുമ്പോൾ ആ സമയത്ത് അവിടുത്തെ അന്ന് ശക്തമായിട്ട്
മറ്റേ എമർജൻസിയെ പ്രതിരോധിച്ച പാർട്ടി എന്നുള്ളത് CPIM അവിടെ പുറത്തുണ്ട്. ഈ CPIM അന്ന് ചർച്ച നടന്നു. ആ ചർച്ച നടന്നപ്പോൾ അപ്പോഴും പ്രധാനമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കോമ്പിനേഷനിൽ നമ്മൾ ചേരുകയില്ല, നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ട് കാരണങ്ങൾ കൊണ്ട് അന്നാണ് CPM-ന് സ്വന്തം ഇത് വെച്ചിട്ട് ഒരിക്കലും ചേരാനായിട്ട് സാധിക്കുകയില്ല. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സംഗതിയിൽ അതില് അടൽ ബിഹാരി വാജ്പേയി ഓൾറെഡി അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ജനതാ പാർട്ടി കോമ്പിനേഷന്റെ അകത്ത് അപ്പോൾ തന്നെ അടൽ ബിഹാരി വാജ്പേയി എല്ലാകത്തുണ്ട്. അങ്ങനെയുള്ള അടൽ ബിഹാരി വാജ്പേയിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിക്കും ഒരു തരത്തിലും ബന്ധപ്പെടുകയില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു ജോയിന്റ് ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭയിൽ പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിച്ചിരുന്നു. ഇല്ല, അവിടെ തെറ്റാണ്. കാരണം അവിടെ ഒന്നിച്ചല്ല മത്സരിച്ചത്, പരസ്പരം പ്രചരണം നടത്തിയിരുന്നു. ഒന്നിച്ചല്ല മത്സരിച്ചത്. അവിടെ നിങ്ങൾക്ക് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള അടിയന്തരാവസ്ഥ പെർപെട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അമിതാധികാര ഒരു കോമ്പിനേഷനാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ അപ്പുറത്ത് നിൽക്കുന്നത്. അവർ അടിയന്തരാവസ്ഥ പിൻവലിച്ചിട്ടേ ഉള്ളൂ. ബാക്കി അടിയന്തരാവസ്ഥയുടെ ഒരു നടപടിക്രമങ്ങൾ അവർ മാറ്റിയിട്ടില്ല, ഒന്നുപോലും. മിസൈലടക്കം അന്ന് വിഡ്രോ ചെയ്തിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പെർപെട്രേറ്റ് ഗവൺമെന്റ് എതിരായിട്ട് ഉള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരു പുതിയൊരു ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് വരികയാണ് അതിനെ പിന്തുണയ്ക്കുന്നത് പ്രഖ്യാപിച്ചു. അതാണ് സംഭവിച്ചത്. കാരണം അതിനെയാണ് ഈ പറയുന്ന രീതിയിൽ വളച്ചൊടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശ്രീ ഗണേഷ് മാഷ് ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ കൂടിയാണ്. പക്ഷേ ഈ സച്ചിദാനന്ദന്റെ ഏറ്റവും ഒടുവിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗ്രാംഷിയും റോസ ലക്സംബർഗിനെയും ഒക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ഈ ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ലെനിനിസം ആൻഡ് ദ ഡിമൈസ് ഓഫ് സ്റ്റാലിനിസം ഉണ്ടായിട്ടുള്ള ഒരു കൺസെപ്ച്വലായിട്ടുള്ള ഡെമോക്രസിയെക്കുറിച്ചുള്ള അവബോധത്തെ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം എന്ന് പറയുന്നത് ഈ ഏകാധിപത്യ പ്രവണത പിൽക്കാലത്ത് ദുരധികാരമായി മാറും എന്നും അതാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെന്നും ഇപ്പോൾ ചൈനയിൽ ഒരു കൊളോണിയൽ സംവിധാനമായിട്ട് ചൈന മാറുന്നതിനെ കുറിച്ചും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഈഗിൾ വ്യൂ ഉള്ള ഒരാളാണ് കവി അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് വായനക്കാരൻ കൂടിയായിട്ടുള്ള സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കേൾവി നമുക്ക് വേണം എപ്പോഴും. അല്ല, അത് എല്ലാ കാലത്തും കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും മറ്റു പലരുടെയും വിമർശനങ്ങളെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴാണ് ഇടതുപക്ഷത്തെ വിമർശിക്കാതിരുന്നിട്ടുള്ളത്? വിമർശിച്ചുകൊണ്ട് തന്നെയല്ലേ പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നത്, അല്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആശാസമരത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം വിമർശിച്ചില്ലേ? ആരെങ്കിലും അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളും, ചിലതിനോട് മൗനം പാലിച്ചിട്ടുണ്ട്. പ്രസക്തമല്ല എന്ന് തോന്നുന്നതിനോ ഞാൻ ഇടയിലൊന്ന് കയറിക്കോട്ടെ. അതായത് ഇതിനോടൊക്കെ ഇതൊരു ഇരട്ടത്താപ്പാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യക്കുറവ് CPIM എന്ന പാർട്ടിക്കുണ്ടോ? ഇപ്പൊ ആശാ സമരത്തിൽ ഇവിടെ വന്നിട്ട് അദ്ദേഹം ഞാനിലേക്ക് വരാം. അതിന് മുമ്പ് എനിക്ക് നേരത്തെ പറയാം. ഒന്ന്, ഇപ്പോ സോവിയറ്റ് മാതൃകയുമായിട്ടോ ഇപ്പോഴത്തെ ചൈനീസ് ഭരണ സംവിധാനമായിട്ടോ ഒന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ താരതമ്യപ്പെടുത്തുന്നതേ അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇന്ത്യയിൽ ഒന്ന് ഇത് ഒരു പ്രവിശ്യാധികാരം മാത്രമുള്ള പരിമിതമായ അധികാരം മാത്രമുള്ള ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. ദേശീയ തലത്തിലുള്ള സർക്കാരല്ല. ദേശീയ നയങ്ങളുടെ ഭരണഘടനയുടെ ഒക്കെ ചട്ടക്കൂടിനകത്ത് പ്രവർത്തിക്കുന്നു. രണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അനുഭവമുള്ള ഒരു പാർലമെന്ററി ജനാധിപത്യ ഘടനയിൽ ആളുകൾക്കിടയിൽ പ്രവർത്തിച്ച അനുഭവം ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേതാണ്. ആ ചരിത്രമൊക്കെ വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ താരതമ്യം നടത്തുന്നത് ഭയങ്കര അതിശയകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാണ് താരതമ്യം ശരിയാവുന്നത്? 57 ലോകത്ത് MP രാജേഷ് റോസ ലക്സംബർഗിന്റെ കൂടെയാണ്. അതിനെ അങ്ങനെ നമ്മൾ സമീകരിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അനുഭവങ്ങൾ ലോകത്ത് മറ്റെവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ കൂടുതൽ നമുക്കുണ്ടെന്നാണ് പറയുന്നത്. ആ വഴക്കം നമുക്കുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് അതിനകത്ത് പ്രവർത്തിച്ചതിന്റെ വഴക്കം. ഏത് പാർലമെന്ററി സംവിധാനത്തിന്റെ? ബൂർഷ്വാ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിനകത്തുള്ള ആ വഴക്കം ഉള്ളവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് ജാക്ക് റാൻസിയർ പറയുന്നത്. ആ അനുഭവം ഉള്ളവരാണ്. അതിനകത്ത് നിന്നുകൊണ്ട്
അതായത് ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എത്രമാത്രം ആശ്വാസം ജനങ്ങൾക്ക് പകരാൻ കഴിയും എന്നും തെളിയിച്ചവരാണ് കേരളത്തിലെ സംശയമില്ലാത്ത. കേരളത്തിലും ബംഗാളിലും അതെ, ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അല്ല, ബംഗാളിൽ അങ്ങനെയാണോ എന്നുള്ളതാണ്. ബംഗാളിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ടും ഈ ദുരധികാരം ഏറ്റവും കൂടുതൽ നമ്മൾ ബംഗാളിലെ പ്രശ്നത്തെ നമ്മൾ അത് മാത്രമായിട്ട് ചുരുക്കിയിട്ടല്ല കാണേണ്ടത്. അത്തരം തെറ്റായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയതാണ്. അത് മാത്രമായിരുന്നില്ല അവിടുത്തെ കാരണം. വളരെ ആസൂത്രിതമായിട്ട് വലതുപക്ഷം ഒന്നിച്ച് അണിനിരന്ന് കടന്നാക്രമണം നടത്തി അതിലേക്ക് ഇടയാക്കിയിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ലാതെ ഈ കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോയതല്ലല്ലോ, ആക്രമിച്ച് തകർത്തതാണല്ലോ. ആക്രമിച്ച് തകർത്തത് ഞാൻ ഇടയിൽ കയറാൻ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്. അതിലേക്കാണ് അല്ല, അത് ആ ഒരു ചോദ്യമായിട്ട് ഞാൻ ഉന്നയിക്കാം. അതായത് എന്തുകൊണ്ടാണ് സച്ചിദാനന്ദൻ പറയുന്നത് യുക്തിയില്ലാത്ത കാര്യമാണ് എന്നും അത് അപലപിച്ച് പാർട്ടിക്ക് മുന്നോട്ട് പോകാനും കഴിയാതിരിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സച്ചിദാനന്ദൻ എത്തി ആശമാർ സമരം ചെയ്യുന്ന സമയത്ത് താങ്കൾ തന്നെ ഇന്ന് 2 തവണയായിട്ട് അത് വിശദീകരിക്കുകയും ചെയ്തു. 1000-1000-ആയി 2000 ഉറുപ്പ്യ വർദ്ധിപ്പിച്ചു കൊടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ 1 ഉറുപ്പ്യ കൂട്ടിക്കൊടുക്കുന്നില്ല. പക്ഷേ എവിടെയും പന്തലൊരുങ്ങുന്നില്ല, എവിടെയും സച്ചിദാനന്ദൻ മാഷുമാര് എത്തുന്നില്ല എന്നുള്ളതാണ്, വോയിസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനെതിരെ. എന്നിട്ടും എന്തേ ഈ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഞങ്ങളതില് സച്ചിദാനന്ദൻ മാഷെ പോലൊരാളെ കാണുന്നത് മിക്കപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള, എന്നാൽ ഞങ്ങളെ വിമർശിക്കുന്നതിൽ ഒരു മയവും മടിയും ഒരു ഘട്ടത്തിലും കാണിക്കാത്ത ഒരാളെന്ന നിലയിലാണ്. അപ്പം അത് തന്നെ ഇടതുപക്ഷത്തിന് വിമർശനങ്ങളോടുള്ള സഹിഷ്ണുത എത്രയുണ്ടെന്നുള്ളതിൻ്റെയും കൂടി ഒരു തെളിവാണത്. മാഷ് വിമർശിക്കാറുണ്ട്. വിമർശിച്ചു എന്നതുകൊണ്ട് അല്ലെങ്കിൽ മാഷ് ഇത്തരത്തിലുള്ള നിലപാടെടുത്തു എന്നതുകൊണ്ട് ശത്രുതാപരമായൊരു സമീപനം ഞങ്ങൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അതാണ്. അതുകൊണ്ട് മാഷെ കടന്നാക്രമിക്കാനും പോയിട്ടില്ല. പക്ഷേ it is evident that the virtual fool's paradise of the cyber crowds did not even try to understand the implications of what I was trying to convey, which was completely lost in the verbal bullfight of the Lilliput. ചോദ്യം പൂർത്തിയാക്കട്ടെ. പാർട്ടിയുടെ സൈബർ ഗുണ്ടകൾ ഒരു വെർച്വൽ വിഡ്ഢി ലോകത്തെ ആണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള സമീപനം എടുക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വെർച്വൽ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിക്കുക. അതായത് ഒറ്റക്കാര്യം ഞാനിവിടെ പറയുന്നത് ഇപ്പൊ പറഞ്ഞ സംഗതിയുടെ, അതായത് അദ്ദേഹത്തെ റോസ ലക്സംബർഗ് തുടങ്ങി വെച്ചൊരു സാധനം, അത് മാത്രമൊന്നും അല്പം പറയേണ്ട കാര്യം. കാരണം എന്താ വെച്ചാൽ 2 കാര്യം വളരെ പ്രധാനമാണ്. ഒന്ന്, റോസ ലക്സംബർഗോ ഗ്രാംഷിയോ അടിസ്ഥാനപരമായിട്ട് സെക്കൻഡ് അക്കാലത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് 2ാം ഇന്റർനാഷണലിന്റെയും കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെയും ബ്രോഡായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഫ്രെയിംവർക്കിന് പുറത്ത് നിൽക്കുന്ന ആളുകളല്ല, 2 പേരുമല്ല. അവർക്ക് ലെനിന്റെ പൊസിഷനുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് റോസ ലക്സംബർഗിന് ലെനിന്റെ പൊസിഷനിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് അക്കാലത്ത് മുഴുവനും പലതരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ടോളറേറ്റ് ചെയ്തുകൊണ്ടും അത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടും തന്നെയാണ് അന്നത്തെ മൂവ്മെന്റ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ സ്റ്റാലിനെയും ലെനിനെയും ഒരു വശത്ത് കാണിക്കുകയും മറുവശത്ത് റോസ ലക്സംബർഗിനെയും ഗ്രാംഷി ഒരുതരം സേവിയേഴ്സ് ആയിട്ട് കാണിക്കുകയും ചെയ്യുന്ന ഒരു വെസ്റ്റേൺ മാർക്സിസ്റ്റ് ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം ദൗർഭാഗ്യവശാൽ അത് ഇവിടെ സച്ചിദാനന്ദ മാഷ ആവർത്തിച്ചിരിക്കുന്നുള്ളതാണ്, തെറ്റാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2ാമത്തെ സംഗതി, അദ്ദേഹം പറയുന്നത് ഗ്രാംഷി ആൻഡ് റോസ ലക്സംബർഗ് ബിക്കമിങ് ഇൻക്രീസിംഗ്ലി റെലവന്റ് ആണ്. റെലവൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഡിബേറ്റ്സ് റെലവന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ലെനിൻ അടക്കമുള്ള ആള് ഇന്ന് ലെനിൻ വൻതോതിൽ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ആഗോളതലത്തിൽ ലെനിന്റെ വർക്ക്സ് വൻതോതിൽ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ലെനിന്റെ വർക്ക് എന്തുകൊണ്ട് റിവൈവ് ചെയ്യുന്നു എന്നുള്ളത് കൂടി ചോദിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ റിവൈവൽ കാണിക്കുന്ന ഒരു സംഗതി അന്നത്തെ ഡിബേറ്റ്സ് വളരെ റെലവന്റ് ആണ്, മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചുള്ള റെലവന്റ്. എവിടെയാണ് ഈ ലെനിനിസത്തിന്റെ, ലക്സംബർഗും ലെനിനും തമ്മിലുള്ള ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലുണ്ടല്ലോ, ആ ലെനിൻ എവിടെയാണ് വീണ്ടും സ്ഥാപിക്കപ്പെടുന്നത്? നമ്മളിപ്പോ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ ശ്രീലങ്ക കണ്ടു. അവിടെ ഡെമോക്രസിയിൽ നിൽക്കുകയാണ്. ഹി ഡിഫൈൻസ് ഹിസ് കൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി ആസ് മേക്കിംഗ് ദ ഇൻവിസിബിൾ ആൻഡ് മേക്കിംഗ് ഹേർഡ് ദ അൺഹേർഡ്. ഇവിടെയാണ് ഇൻവിസിബിൾ മേക്കിംഗ് ഹേർഡ് അൺഹേർഡ് എന്ന് പറയുന്ന സംഗതി. അത് റോസയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രാംഷിയിൽ നിന്നോ വരുന്നൊരു സംഗതി അല്ല. അത് യഥാർത്ഥത്തിൽ വരുന്നത് പിന്നീട് അദ്ദേഹം പറയുന്ന യാക്രാങ്സിയുടെ അടുത്തു നിന്നാണ് വരുന്നത്.
അവിടെയാണ് ഇതിന്റെ പ്രോബ്ലം മുഴുവൻ വരുന്നത്. കാരണം ജാക്ക് റാൻസിയെ മാർക്സിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ള ചർച്ചയിലേക്ക് ഞാൻ അവിടെ പോകുന്നില്ല. ഹേറ്റഡ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന പുസ്തകം ഞാനും കണ്ടിട്ടുള്ള ഒരു പുസ്തകം ആയതുകൊണ്ട് മാത്രമാണത് പറയുന്നത്. കാരണം ആ പുസ്തകത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രസിയുടെ വന്നിട്ടുള്ള പിറ്റ്ഫോൾസിനെ കുറിച്ചാണ് ആ പുസ്തകം. I was referring to his great work, Hatred of Democracy, and how democracy died, co-authored by two major thinkers. Precisely. അതിന്റെ പിറ്റ്ഫോൾസ് ഉണ്ടായി വന്നത് ഡെമോക്രസി എന്തുകൊണ്ട് ഫാസിസമായിട്ട് മാറി, ഡെമോക്രസി അവിടുത്തെ ഡെമോക്രസി എന്തുകൊണ്ട് ഒരു ഇസ്ലാമിഫോബിക് ആയിട്ടുള്ള മൈഗ്രൻസിനെ അറ്റാക്ക് ചെയ്യുന്ന, സ്ത്രീകളെ അടിച്ചമർത്തുന്ന, അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന പ്രത്യേകിച്ച് ആഫ്രോ അമേരിക്കൻസ് അടക്കമുള്ള ആളുകളെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടത്തി അടിച്ചമർത്തുന്ന ഒരു ഡെമോക്രസി ആയിട്ട് മാറി എന്നുള്ള ചോദ്യം ചോദിക്കണമെങ്കിൽ ആ പുസ്തകത്തിൽ ഒരിടത്തും അതിന്റെ ഉത്തരവാദി ക്യാപിറ്റലിസം ആണെന്ന് പറയുന്നില്ല. നിങ്ങൾ ഒരു പുസ്തകത്തിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതെ ഒരാൾ മാർക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഫാസിസവും സ്റ്റാലിനിസവും തമ്മിൽ വേർതിരിക്കുന്നില്ല, രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇത് രണ്ടും ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ ഉണ്ടായി വന്നാണെന്നും ചരിത്രപരമായിട്ട് തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന രണ്ടും ഉണ്ടായി വരുന്നത് പറയാതെ ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് അതിന്റെ ഭാഗമായിട്ട് സോഷ്യലിസം എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് തന്നെ ബാധകമല്ല. അപ്പൊ ഗണേഷ് മാഷ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സച്ചിദാനന്ദന് ഇന്നത്തെ രാഷ്ട്രീയം മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ നിങ്ങൾക്കൊരു വെസ്റ്റേൺ മാർക്സിസ്റ്റ് പാരഡൈം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചിന്തകന്റെ, ഞാൻ പറയുന്നത് നെഗരി ആയിരിക്കാം, ഹാർട്ടായിരിക്കാം, അദ്ദേഹം പലരെയും സിസക് ആയിരിക്കാം, അത്തരത്തിലുള്ള ആൾക്കാരെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാര് കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള പോട്ടെ ഈസ്റ്റേൺ കൺട്രീസ് വളർന്നു വന്നിട്ടുള്ള പെക്യൂലിയർ സാഹചര്യങ്ങൾ വളർന്നു വന്നൊരു മൂവ്മെന്റിനെ, ആ മൂവ്മെന്റ് വളർന്നു വന്ന സാഹചര്യങ്ങൾ പഠിക്കാതെ എന്തുകൊണ്ട് ചില പ്രത്യേക പൊസിഷൻസിൽ വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്കിവിടെ ഹേറ്റഡ് ഓഫ് ഡെമോക്രസി ഞാൻ വായിച്ചു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 4-5 പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കുക. ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇന്റലക്ച്വൽസിന് പറ്റുന്ന ഒരു തകരാറ് അതാണെന്നുള്ളതാണ് എന്റെ. രാജേഷ്, ഈ വെർച്വൽ ഫൂൾസ് പാരഡൈസ് നോക്കൂ, സോഷ്യൽ മീഡിയ ഫുൾ പാരഡൈസ് ഇതിൽ നിന്നുണ്ടായി വരും. ഹൂസ് പാരഡൈസ്, ഹൂ ആർ ദ വെർച്വൽ ഫൂൾസ്? ആ കടുത്ത വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നകന്ന ഭാവനാലോകത്ത് നിന്നുകൊണ്ട് സാങ്കല്പികമായിട്ടുള്ള ആശങ്കകളാണ് ഉയർത്തുന്നത്. ഇത് ഇടതുപക്ഷം അധികാരത്തിൽ വീണ്ടും വന്നാൽ എന്നുള്ളത്. ഇടതുപക്ഷം വിമർശനത്തിന് അതീതരല്ല ആണെന്നല്ല ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മുന്നറിയിപ്പുകൾ നൽകാൻ പാടില്ല എന്നുമല്ല. വിമർശനമോ മുന്നറിയിപ്പോ അല്ല, ഇത് ഒരുതരം ആജ്ഞയാണ്. ഇനി നിങ്ങൾ മാറി നിൽക്കൂ എന്നുള്ളത്. അപ്പം അതിന് കാരണമായിട്ട് പറയുന്നത് അത് ഭാവനാലോകത്ത് ഇരുന്ന് കാണുന്ന സാങ്കല്പിക കാരണങ്ങളുമാണ്. യാഥാർത്ഥ്യവുമായിട്ടതിന് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല. യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നതാണ്. പിന്നെ സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചരണം അതൊരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ കടുത്ത വിമർശനം നേരിട്ടതുകൊണ്ട് പ്രയോഗിച്ചൊരു കടുത്ത പ്രയോഗമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഇത് ശീലമായി പോയതുകൊണ്ട് ശീലമായി പോയതുകൊണ്ടല്ല. അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫി എഴുതി വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്റെ വർക്കുകൾ ഇവർ വായിച്ചിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മാത്രമല്ല ജനങ്ങൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രഗിളിലും, പ്രധാനപ്പെട്ട എല്ലാ സ്ട്രഗിളുകളിലും അദ്ദേഹം പങ്കാളിയായിരുന്നു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം 2 തവണ ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നു. അതുപോലെ തന്നെ ഫാഷിസത്തെക്കുറിച്ച് 1985 മുതൽ അദ്ദേഹം സംസാരിക്കുന്നു. പിന്നീട് ടേക്കൺ പാർട്ട് ഇൻ ദ സ്ട്രഗിൾ ഓഫ് പെസൻസ് ആൻഡ് വിമൻ ആൻഡ് മൈനോറിറ്റി പറഞ്ഞ ആ വിശദാംശങ്ങൾ നൽകുന്നു. അതേസമയം ഈ പറയുന്ന വെർച്വൽ ഫൂൾസ് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്ന സോക്കോൾഡ് വെർച്വൽ ഫൂൾസ് പറയുന്നത് എന്താണ്? അവർ പറയുന്നത് എന്താണ്? 96-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറിയായി ദേവഗൌഡ നിയമിച്ചു. പിന്നീട് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ രാജിവെക്കാറുണ്ട്. പക്ഷേ സച്ചി മാഷ് രാജിവെച്ചില്ല. വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും രാജിവെച്ചില്ല. ഞാൻ ഇതൊന്നും അല്ല ചർച്ച ചെയ്യേണ്ട കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇങ്ങനെയല്ല അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യണം. അത് ഈ പറഞ്ഞ അദ്ദേഹം പണ്ട് സെക്രട്ടറി ആയിരുന്നു, പിന്നെ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയി, അതുകൊണ്ട് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല. അതേ അല്ല എൻ്റെ വിഷയം. അതേ അല്ല. പ്രശ്നം എന്താണ്? അദ്ദേഹത്തെ പോലെ രാഷ്ട്രീയമായിട്ട് നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരാൾ, രാഷ്ട്രീയമായ നിലപാട് കവിതയിലും പുസ്തകത്തിലും പ്രഭാഷണത്തിലും എല്ലാം ഉയർത്തിപ്പിടിച്ച ഒരാൾ, അദ്ദേഹത്തിന്റെ
രാഷ്ട്രീയ വിശകലനം പാളിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ആ രാഷ്ട്രീയം അദ്ദേഹം വളരെ ഉപരിപ്ലവമായി കാണുന്നു നിർഭാഗ്യവശാൽ ഈ ഘട്ടത്തെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തന്നെ പല കൃതികൾ എഴുതിയ വരികളും ഇപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കാം. അവിടെയാണ് മാഷെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ജാക്ക് റാൻസിയറിന്റെ വചനങ്ങളാണ് എന്നും ഞാൻ പറയുന്നത് ലക്സംബർഗിന്റെയും ലെനിന്റെയും സംവാദം സംബന്ധിച്ച കോണ്ടെക്സ്റ്റിലാണ് എന്നും അവിടെ ഈ ഫൂൾസ് പാരഡൈസിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയും, എന്നാൽ അദ്ദേഹം മൈക്ക് നീട്ടുമ്പോൾ പറയുന്നത് എന്താണ്, കോൺഗ്രസ് ആണ് അധികാരത്തിൽ ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ പോലും ഞാൻ ഇതേപോലെ തന്നെ പറയും, 2 വട്ടം അധികാരത്തിലിരുന്ന് 3ാമത് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ വരരുത് എന്ന് പറയും. ഇതിനകത്തൊരു ഒരു കൃത്യതയുണ്ടോ? ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ കുറിച്ചുള്ള വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു നിലപാടാണ് ഈ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ 5 വർഷം ഭരിക്കുന്നു. 5 വർഷം ഭരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുഴുക്കുത്തുണ്ടാവും, നിങ്ങൾ ബ്യൂറോക്രാറ്റിക് ആവും, നിങ്ങളൊരു ഒപ്രസീവ് ഇൻസ്ട്രുമെന്റ് ആവും. 5 വർഷം കൂടി ഭരിച്ചു കഴിഞ്ഞാൽ ഈ ബ്യൂറോക്രാറ്റിക്കും ഒപ്രസീവ് ആയിട്ടുള്ള സംഗതി കുറച്ചുകൂടി കൂടും. ഇനി ഒരു 5 വർഷം എന്ന് പറയുന്നത് വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു നിലപാട് മാത്രമാണ്. ഒരു ഗൗരവമുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് കൃത്യം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനുള്ള ലോകത്തിലുള്ള രാഷ്ട്രങ്ങൾ, ഞാൻ പറയുന്ന ഇൻഡിവിജ്വൽസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോകത്തിലുള്ള രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ 10, 20, 30, 40 വർഷം ഒരേ ആളുകൾ തന്നെ, ഞാൻ പറഞ്ഞു ആളുകൾ മാറുന്നുണ്ടാവും, പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്ന് തന്നെയാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിൽ യാതൊരു ബേസിക് ഒരു ക്ലാസ് വൈസ് ആയിട്ട് ഒരു വ്യത്യാസം, ഡെമോക്രാറ്റിക് പാർട്ടിയും മറ്റേ റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഈ 2 പാർട്ടികൾ തമ്മിലുള്ള? 2 പാർട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ ഡിഫറൻസസ് ഉണ്ടാവും, പക്ഷെ അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ വ്യത്യാസം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടില് DMKയും ഇതേപോലെ ഒരു അധികാര തുടർച്ചയാണ് ആവശ്യം. പകരം നമ്മൾ DMKയെ ഈ ധാർഷ്ട്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നാശത്തിന്റെ പേരിലോ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് നാളെ എപ്പോ വേണമെങ്കിലും BJP ആകാൻ പോകുന്ന അണ്ണാ DMK. ആം ആദ്മി പാർട്ടി 2 പ്രാവശ്യം അധികാരത്തിൽ വന്നു. 3ാമത്തെ പ്രാവശ്യം മറ്റേ കേജ്രിവാളിനോട് മാറി നിൽക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടില്ലല്ലോ. ആരും എന്ന് മാത്രമല്ല എല്ലാവരും പിന്തുണയ്ക്കുകയാണ് ഇത്, കേജ്രിവാളിനെ പിന്തുണയ്ക്കുകയാണ്. അത് കാണിക്കുന്നത് അപ്പോ അതിന്റെ അകത്തുള്ളൊരു മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടു. അത് കോൺഗ്രസ് ആയിരുന്നു. അത് കോൺഗ്രസ്. അതെ. അപ്പൊ അത് മറ്റേ ലെഫ്റ്റ് പ്രതിപക്ഷക്കാരും മാറി. അല്ല, അതിനകത്ത് അവ്യക്തതയൊന്നും വേണ്ട. അരവിന്ദ് കെജ്രിവാൾ തന്നെ ന്യൂഡൽഹി സീറ്റിൽ തോറ്റത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ്, ഷീല ദീക്ഷിതിന്റെ മകൻ തന്നെ. അപ്പോ അതിനകത്ത് അവർക്കൊരു ആത്മഹർഷം ഉണ്ടായി. എന്താണെന്നറിയോ, അവിടെ ഷീല ദീക്ഷിത്തിനെ തോൽപ്പിച്ച അതേ മണ്ഡലത്തിൽ ഷീല ദീക്ഷിത്തിന്റെ മകൻ. അവിടെ നമ്മള് കാരശ്ശേരി മാഷിന്റെ പ്രതികരണം കണ്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് കാരശ്ശേരി മാഷെ പോലുള്ള ആളുകൾ സൗകര്യപ്രദമായ മൗനം അത്രയും സന്ദർഭങ്ങളിൽ പാലിച്ചു. ഇതിന്റെ അകത്ത് നടക്കുന്ന ഒരു വലിയൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള, ഞാൻ പറയുന്നത് ലെഫ്റ്റ് ലിബറൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ബുദ്ധിജീവി, ഞാനൊരു വിമർശനമായിട്ട് മാത്രം പറയാണ്. അവരതുകൊണ്ട് അകറ്റി നിർത്തണമെന്നൊന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവരൊക്കെ തന്നെ ഇടതുപക്ഷമായിട്ട് പൂർണ്ണമായിട്ട് യോജിക്കേണ്ടവരാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റിനോടൊപ്പം വരേണ്ടവരാണ് ഇവരെല്ലാവരും. അതായത് സച്ചിദാനന്ദ മാഷാലെ എല്ലാവരും ഇവരോടൊപ്പം ഒരുമിച്ച് വരേണ്ടവരാണെന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. പക്ഷെ അതേസമയം തന്നെ ഇതിന്റെ അകത്ത് കിടക്കുന്നൊരു സംഗതി, മുമ്പ് പറഞ്ഞ ഹേറ്റഡ് ഓഫ് ഡെമോക്രസി കാണുന്ന നോൺ ഡിസ്റ്റിങ്ഷൻ, അതായത് കമ്മ്യൂണിസ്റ്റുകാര് എന്ന് പറയുന്നത് മറ്റൊരു കൂട്ടം എന്താ പറയുക ഒരു ഒപ്രസേഴ്സ് ആണ് എന്നുള്ളൊരു ധാരണ ഇവരുടെ. അതെ, അതവര് തുറന്നു പറയുന്നു. സച്ചിദാനന്ദ മാഷേനെ തുറന്നു പറയുന്നു. നമുക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് ഒരു ചോദ്യം വന്നു വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കുമ്പോൾ മാധ്യമപ്രവർത്തകരിൽ ചിലർ ചോദിച്ചു, CPIM ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആവുകയാണോ എന്ന ചോദ്യത്തിന് ആ പദം അല്ലെങ്കിൽ ആ പേര് കേരളത്തിൽ ഒരു അശ്ലീല പദമാണെങ്കിലും ഞാൻ CPM ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു സോഷ്യൽ ഡെമോക്രാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് അതിന്റെ പ്രശ്നം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടായി വരുന്ന ആ ഒരു കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന നല്ലൊരു ശതമാനം ഇന്റലക്ച്വൽസിലുണ്ട് എന്ന് ധരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് അവർക്ക് ഇപ്പോഴൊരു പൊസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പരസ്യമായിട്ട് ഇങ്ങനെ ഒരു കൺജങ്ചറിൽ നമ്മളൊരു പ്രത്യേക സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ രാജേഷ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇടതുപക്ഷമാണ്
കൺസിസ്റ്റന്റ് ആയിട്ട് ഉം. BJP നേരിടുന്ന, ഉം. കൃത്യമായി നേരിടുന്ന, എതിർത്ത് നിൽക്കുന്ന ഒരു പക്ഷം എന്ന് പറയും. ഉം. ഇപ്പൊ അങ്ങനെയുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് നേരിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇപ്പൊ പലരും ഇടതുപക്ഷത്തോട് കൂടി നിൽക്കുന്നവരാണ് പലരും. ഉം. അങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഉം. സച്ചിദാനന്ദ മാഷിനെ പോലെയുള്ള ഉം. അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടെ നിൽക്കുന്ന മറ്റുള്ളവരെ പോലെയുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമർശനങ്ങൾ ഇടതുപക്ഷത്തോടുണ്ട്. ഈ വിമർശനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പുരോഗമന രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം എന്ന് പരസ്യമായിട്ട് പറയാൻ, അങ്ങനെ പറയണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ. എം പി രാജേഷ്, ഞങ്ങളെക്കാൾ കൂടുതൽ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെയാണ്. വി.ഡി. സതീശൻ, ഇതാണ് ഇതിന്റെ ബാക്കി പത്രം. അതാണ് ഇതാണ് ഇതിന്റെ ബാക്കി പത്രം. ആർക്കാണ് ഒരു ആയുധം കൊടുക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടതുപക്ഷം ആണ് വർഗീയതയെ, RSSനെ എതിർക്കുന്നത് എന്ന് പറയുന്നു. അത് അതിനൊരു കാരണമുണ്ട്. അത് പ്രത്യയശാസ്ത്രപരമായ കാരണമാണ്. പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയും തെളിച്ചവും ഇടതുപക്ഷത്തിന് ആ കാര്യത്തിൽ എല്ലാ കാലത്തുണ്ട്, സംശയമേ ഇല്ല. അത് ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, അപ്പുറത്തുണ്ട്. RSSനും ആ വ്യക്തതയുണ്ട്. ആരാണ് പ്രത്യയശാസ്ത്ര എതിരാളി? പ്രത്യയശാസ്ത്ര എതിരാളി. മറ്റേ ഗോൾവാക്കറുടെ വിചാരധാരയിലുണ്ടല്ലോ 19, 20, 21 3 അധ്യായം 3 ആന്തരിക ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനെ കുറിച്ചാണ്. മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റ്, മറ്റേ ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ അവർക്കുണ്ട്, അവർക്കും ആ കാര്യത്തിൽ സംശയമില്ല, ഞങ്ങൾക്കും ആ കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കോൺഗ്രസിന് ഒരു കാലത്തും അത്തരമൊരു പ്രത്യയശാസ്ത്ര വ്യക്തത ഇല്ല എന്ന് മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായിട്ട് വലിയ വൈരുദ്ധ്യമില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാജിവെച്ച, AICC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ എഴുതിയ കത്തുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? ആ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആരോപണം അല്ലെങ്കിൽ രാജിക്ക് കാരണമായി പറഞ്ഞ കാര്യം എന്താ? RSSനെതിരായ പോരാട്ടത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജിവെച്ച് പോയതാണ്. പിന്നെ അദ്ദേഹം ആ ചുമതല എടുത്തിട്ടില്ല. അപ്പോൾ സ്വന്തം പാർട്ടിയെ ആ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മറ്റാരുമല്ല തുറന്നു പറഞ്ഞത്. ഇതാണ് അത്. കാരണം ജനിതകമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് കോൺഗ്രസിൽ പണ്ട് മുതലേ ഈ പ്രശ്നം നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഈ ഒരു അഴകുഴമ്പൻ നിലപാട് RSSനോടും വർഗീയതയോടും നിൽക്കുന്നത് കൊണ്ടാണ് അതുണ്ടാവുന്നത്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഈ രാമക്ഷേത്രം ദേശീയോദ്യാനത്തിന്റെ പ്രതീകമാണെന്ന് പറയാൻ പറ്റുന്നത്. വെള്ളിശില അയക്കാൻ പറ്റും. അതെ, വെള്ളിശില അയക്കാൻ പറ്റുന്നത്. അപ്പോ ഇതില് സച്ചിദാനന്ദ മാഷെ പോലുള്ള ആളുകൾ കാണേണ്ടത് പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയും തീർച്ചയും ഇക്കാര്യത്തിലുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണ് എന്നാണ്. ഫലത്തിൽ നിങ്ങളൊന്ന് മാറി നിൽക്കൂ, കുറച്ചു കാലം അവരിയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് എത്തുകയാണ്. അത് BJPക്ക് വഴിവെട്ടുന്നതിനാണ് സഹായകരമാവുക. ഇന്നിപ്പോൾ BJPക്ക് അറിയാം ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല. അവർ ഈ തെരഞ്ഞെടുപ്പല്ല ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ അവരാഗ്രഹിക്കുന്നത് എന്താ? അവരാഗ്രഹിക്കുന്നത് ഇടതുപക്ഷം മാറി കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമൊക്കെ ഉള്ളൊരു ഗവൺമെന്റ് വരുന്നതാണ് BJPയുടെ ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിൽ പ്രയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ സന്ദർഭം എന്നാണ്. അതുകൊണ്ട് ആ ഗവൺമെന്റ് വരേണ്ടത് ഇപ്പൊ BJPയുടെ ആവശ്യമാണ്. ബാക്കി 5 കൊല്ലം കഴിയുമ്പോഴേക്കും അവർക്ക് അനുകൂലമാക്കി എടുക്കാം എന്നവർക്കറിയാം. അതിന് സഹായകരമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പൊ തന്നെ ലീഗ് നേതാക്കളിൽ നിന്നൊക്കെ വന്നു തുടങ്ങിയില്ലേ? മതമാണ് പ്രശ്നം എന്ന്, സമുദായത്തിന് വേണ്ടി അധികാരം തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ ഈ പണിക്ക് നടക്കരുത് എന്ന് വേറൊരാള് പരസ്യമായിട്ടല്ലേ പറയുന്നത്. ഒരേയാൾ പിന്നെ ഉപമുഖ്യമന്ത്രി വേണം, നോക്ക് മറ്റൊരാൾ. ഇതിലേറ്റവും ഗൂഢമായിട്ട് ആഹ്ലാദിക്കുന്ന ആരാ? BJP ആണ്. അവർ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മണ്ണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, അവര് ഇത് അവരിടപെട്ടാൽ ഇതെങ്ങാനും നിർത്തിപ്പോയാൽ. അതെ. പിന്നെ നോക്ക്, കേരളത്തിലെ ഈ രണ്ടു കൂട്ടർ വർഗീയ ശക്തികൾ 10 കൊല്ലമായിട്ട് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ മാളത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തല നീട്ടിയിടുകയാണ്. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായോ, ഇറങ്ങാനുള്ള അനുകൂല പരിസ്ഥിതിയായോ എന്നവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വഴിവെട്ടുന്നതായി പോവും ഇടതുപക്ഷം ഈ ഘട്ടത്തിൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. അത്രത്തോളം
മാഷ് അത്രത്തോളം ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇതിനെ എതിർക്കേണ്ടി വരുന്നത്. മാഷോടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തെ എതിർക്കാതിരിക്കാൻ നിർവാഹമില്ല എന്തുകൊണ്ടാണ്. ഇത് വളരുമോ? ഈ ഒരു സച്ചിദാനന്ദൻ മാഷിന്റെ മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, കാരശ്ശേരി മാഷ് പറഞ്ഞു, ഒരു ഘട്ടത്തിൽ എ കെ ആന്റണി തന്നെ പറഞ്ഞിരുന്നു CPM നശിക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, പക്ഷേ അധികാരത്തിൽ തുടർച്ചയായി ഉണ്ടായാൽ CPM നശിക്കും എന്നുള്ളത്. അത് കാരശ്ശേരി മാഷ് 2021 കാരശ്ശേരി മാഷ് ഇത് പരസ്യമായി പറഞ്ഞാണ്. പക്ഷെ കാരശ്ശേരി മാഷ്ക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പൊ അടുത്ത പാക്കേജ് ഉണ്ടാക്കുന്നു എന്നാണ് അശോകൻ ചെരുവിൽ പറയുന്നത്. ഇത് മാഷിയുടെ മാത്രം അഭിപ്രായം ആയിരിക്കില്ല, ഇതിനപ്പുറത്തും ആളുകൾ ഉണ്ടാവും പരസ്യമായി രംഗത്ത് വരാത്തോണ്ടാണ്. എനിക്ക് പറയാനുള്ളത് അധ്യാപകൻ കൂടിയിട്ടായിട്ടുള്ള പ്രൊഫസർ KN പണിക്കർ പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗമാണ്. അദ്ദേഹം പറഞ്ഞത് ക്രിട്ടിക്കൽ ഇൻസൈഡർ. ഈ അദ്ദേഹം സ്വയം വിളിച്ചിരുന്നത് ഞാൻ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറാണ്. എന്തുകൊണ്ടാണ് ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റിനോടൊപ്പമാണ്, മൂവ്മെന്റിനോടൊപ്പം നിൽക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് വിമർശിക്കണമെന്ന് തോന്നിയാൽ ഞാൻ വിമർശിക്കും. ആ വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ആ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ലെഫ്റ്റ് മൂവ്മെന്റിന്റെ ആളാണ് എന്ന് പരസ്യമായിട്ട്, ഇത് പരസ്യമായിട്ട്, രഹസ്യമായിട്ടൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല, പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ് പ്രൊഫസർ KN പണിക്കർ. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് നീ പറയുന്ന ഈ വലിയൊരു സംഘം നമ്മുടെ നാട്ടിലുള്ള ഇടതുപക്ഷ സ്വഭാവം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന ബുദ്ധിജീവികൾ, ഇന്റലക്ച്വൽസ്, ഏറ്റവും നല്ല, ഞാൻ പറയുന്നത് അവരുടെ സ്വാധീനത്തൊട്ടും കുറച്ച് കണ്ടേണ്ട കാര്യം, വൻതോതിലുള്ള സ്വാധീനം. അല്ലെങ്കിൽ സച്ചിദാനന്ദ മാഷിന്റെ ഇത്രയധികം റിയാക്ഷൻസ് പല രീതിയിലും ഉണ്ടാവേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്നത്, പണ്ട് MN വിജയൻ മാഷിനോടുള്ള ബഹുമാനം പോലുള്ള ഒരു ബഹുമാനമാണ്, അത്ര ബഹുമാനിക്കുന്നത്. പക്ഷേ KN പണിക്കരുടെ ക്രിട്ടിക്കൽ ലെഫ്റ്റ് ആണോ ഈ പറയുന്ന പ്രശ്നം? ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള വിമർശനാത്മകമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ പ്രശ്നം നമ്മൾ കാണേണ്ടത്, ഈ പറയുന്ന മിക്കവാറും പേർക്കും അവരുടെ ഓഡിയൻസ്, അവരുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരുക്കി കൊടുത്തിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ലെഫ്റ്റാണ്. അത് ഒരിക്കലും അതവർ മനസ്സിലാക്കണം. കാരണം ഇവിടുത്തെ ലെഫ്റ്റാണ് ഇത് മുഴുവൻ ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഇവരുടെ പിന്തുണയ്ക്കുന്ന ആരാന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒന്നുമല്ല, ഇവരെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ഇവിടുത്തെ ലെഫ്റ്റാണ്. അങ്ങനെ വരുമ്പോൾ ഇവര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്തരത്തിൽ മാറി നിൽക്കണം, പോണം എന്ന് പറഞ്ഞാൽ യു ആർ ആക്ച്വലി ഗിവിങ്, ഇവിടെ ഇപ്പൊ രാജേഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ ധ്രുവീകരണത്തിലേക്ക് മൊത്തം കേരളത്തിലേക്ക് നയിക്കുക, അത്തരത്തിലേക്കുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ ശക്തമായിട്ടുള്ള ലെഫ്റ്റ് മൂവ്മെന്റിനെ തകർക്കുക എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തുക. അങ്ങനെ എത്തുന്നതിന് കൂടെ നിൽക്കലാണോ ഇവരുടെ ജോലി? അതാണ് ഇവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സ്വയം വിമർശനപരമായിട്ട് ഒന്ന് സ്വയം ആലോചിക്കാൻ എല്ലാവരും തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ അത് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പരസ്യമായിട്ട്. ഒരാൾ, ഉദാഹരണത്തിന് ഒരു പ്രമുഖ ദളിത് ബുദ്ധിജീവി, അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമുക്ക് വിരോധമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പരസ്യമായിട്ട് ഞാൻ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, എരിയുന്ന വയറല്ല തീയാണ് പ്രശ്നമെങ്കിൽ കപ്പ പുഴുങ്ങി കൊടുത്താൽ ചരിത്രബോധത്തെ അങ്ങേയറ്റം പരിഹസിക്കുന്ന ഒരു പ്രസ്താവന. മാത്രമല്ല, BR അംബേദ്കറെ തിരിച്ച് പാർലമെന്റിലേക്ക് കൊണ്ടുവന്നത് അന്ന് ജിന്നയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ വേറൊരു തരത്തിലേക്ക്. ഒരു കാര്യം, ഒരു കാലത്ത് കേരളത്തിലെ ഈ കപ്പയും കിഴങ്ങും ചേമ്പും താളും തിന്ന് എരിയുന്ന വയറിലെ തീ അകറ്റിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, അവിടെ നിന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള പങ്ക് ചോദ്യം ചെയ്യുന്നത്, നിഷേധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളല്ലാതെ നിഷേധിക്കുന്നത് അതിനെയാണ്. വസ്തുതകളെ മാധ്യമങ്ങൾ അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നാണ് അശോകൻ ചെരുവിലും അതുപോലെ തന്നെ അബ്ദുൽ ഖാദറും പോയപ്പോൾ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞത് എന്നാണ് പിന്നീട് അശോകൻ ചെരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അശോകൻ ചെരുവിൽ പറയുന്നത്, താത്വിക വിശകലനങ്ങൾ, ഗവേഷണാത്മകമായ പ്രത്യയശാസ്ത്ര വിഷയങ്ങളുടെ ആഴത്തിലുള്ള പരിശോധന, ഇതിനൊന്നുമുള്ള പ്രാപ്തി മാധ്യമങ്ങൾക്കില്ല. സങ്കുചിത രാഷ്ട്രീയത്തിലേക്ക് അവർ അതിനെ വഴിതിരിച്ചു വിടും.
അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് ചെരുവിൽ പറയുന്നത്. പക്ഷേ മലയാള മനോരമയ്ക്കാണ് അതേ സച്ചിദാനന്ദ മാഷ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അതിൽ ഈ ഭാഗം വരുമ്പോൾ മലയാള മനോരമ ഇതല്ലാതെ വേറെന്താ ഉപയോഗിക്കുക? മാഷ ആ പറഞ്ഞ ആദ്യ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. സത്യമാണ്, പ്രാപ്തിയില്ല എന്നുള്ളത് ഒരു ഭാഗം. അത് മാത്രമല്ല, അതിലും അവർക്ക് താല്പര്യം കക്ഷി രാഷ്ട്രീയമാണെന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ സാധാരണ പറയില്ലേ, ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും എന്ന് പറയില്ലേ, അതുപോലെ അവർക്ക് താത്വിക വിശകലനത്തില് പ്രാപ്തിയുടെ മാത്രമല്ല, താത്വിക വിശകലനത്തിലൊന്നും താല്പര്യമില്ല. അതിൽ നിന്ന് എന്ത് കക്ഷി രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാവുന്ന ആയുധം കിട്ടും എന്നതാണ് നോക്കുന്നത്. പക്ഷെ അത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, സച്ചിദാനന്ദ മാഷക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എങ്ങനെയെന്നുള്ളതാണ്. കാരണം ഇപ്പം ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മാഷ വായിക്കാൻ തുടങ്ങിയതാ. പിന്നീടാണ് ചോംസ്കിയുടെയും എഡ്വേർഡ് ഹെർമന്റെയും മാനുഫാക്ചറിങ് കൺസെന്റ് ഒക്കെ വായിച്ച് മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് വായിച്ചത് സച്ചിദാനന്ദ മാഷ തന്നെ ഒരു പുസ്തകമുണ്ട്, മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകം, സംസ്കാരത്തിന്റെ രാഷ്ട്രീയം. ഇതൊക്കെ വായിച്ച് ഒരു വെളിച്ചം കൈവന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ആ മാഷക്ക് ഈ രാഷ്ട്രീയം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ എതിർക്കുന്ന പത്രത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ അതിനകത്തൊരു അവ്യക്തത ഉണ്ടാക്കി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണോ? രണ്ടുപേരോടും കൂടിയാണ് ചോദ്യം. അതായത് മാഷ് യഥാർത്ഥത്തിൽ സൗണ്ട് ബൈറ്റിൽ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമൊഴിഞ്ഞ് മറ്റൊരാളെ അധികാരം ഏൽപ്പിക്കണം എന്നുള്ളതാണ്. അതൊക്കെ കോൺഗ്രസിന് അധികാരം ഏൽപ്പിക്കണം എന്ന് പറഞ്ഞില്ല, BJP അധികാരം ഏൽപ്പിക്കണം എന്ന് മാഷ് പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ മാഷ് അത് ഫേസ്ബുക്കിൽ, അതായത് ഈ പറയുന്ന വെർച്വൽ ഫൂൾസ് പാരഡൈസിലുള്ള ആളുകൾ വിമർശിക്കുമ്പോൾ ഫേസ്ബുക്കിൽ പറയുന്നത്, ഞാൻ പറയുന്നത് ഗ്രാംഷിയെക്കുറിച്ചും റോസ ലക്സംബർഗിനെ കുറിച്ചും അതുപോലെ തന്നെ ലെനിനിസത്തിന്റെ ഡിക്ലൈനിനെ കുറിച്ചും അതുപോലെ സ്റ്റാലിനിസത്തിന്റെ ഡിമൈസിനെ കുറിച്ചും ഒക്കെയാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു വ്യാജ ഇടപെടലായി മാറുന്നത്. നമ്മളിത് ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടത്തുന്നതിന് യാതൊരു എതിർപ്പില്ല. നിങ്ങൾക്കിപ്പോ റോസ അലക്സാണ്ടറെ കുറിച്ച്, ഗ്രാംഷിയെ കുറിച്ചോ റാൻഷിയെ കുറിച്ചോ വേറെ ആരെങ്കിലും കുറിച്ച് ധാരാളം പേര് എഴുതി, അവരെ കുറിച്ച് ധാരാളം ചർച്ചകൾ ഇപ്പൊ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത്, മനോരമ പോലെയുള്ള ഇതിന് കൊടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനകത്ത് LDF ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിൽക്കുന്ന സംസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ തിരിച്ചു വരാൻ, ഇലക്ഷൻ ജയിച്ച് തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ സാഹചര്യത്തിൽ നമ്മളിവിടെ ഈ എന്താ പറയണ്ടേ, ഇടതുപക്ഷം തൽക്കാലത്തേക്ക് മാറി നിൽക്കണമെന്നൊരു പ്രമുഖ ബുദ്ധിജീവി പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഫോളോ ഔട്ട് എന്ന് വേണ്ടി വിളിക്കാം, അല്ലേ? ഒരു ഫോളോ ഔട്ട് എന്തായിരിക്കും? ആ ഫോളോ ഔട്ട് ആത്യന്തികമായിട്ട് ഇത് വലതുപക്ഷത്തിന്റെ ഒരായുധമായിട്ട് മാറാൻ വളരെ എളുപ്പമുള്ള ഒരു ആയുധമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് മാത്രമല്ല അതിനോടൊപ്പമുള്ള എല്ലാ ഇന്റലക്ച്വൽസിനും ഉണ്ടാവേണ്ട. നമ്മളിവിടെ അതാണ് ഇവിടെ ഒരു ഭാവനാസൃഷ്ടമായ ലോകത്തിലെല്ലാം നമ്മൾ ജീവിക്കും. നോക്കൂ ശ്രീ എം പി രാജേഷ്, അതിനകത്ത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ച്വൽ പൊളിറ്റിക്കിന്റെ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. അങ്ങനെ അത് വേറെ രീതിയിൽ ഉപയോഗിക്കും. താങ്കളൊരു ദൈനംദിന രാഷ്ട്രീയക്കാരനാണ്. മാഷ് കുറെ പഠനങ്ങളും കാര്യങ്ങളുമായിട്ട് പോകുന്ന ആളാണ്. നോക്കൂ, ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF എന്ന മുന്നണി, അതിനകത്ത് മുസ്ലിം ലീഗുണ്ട്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിനോടും UDF-നോടുമുള്ള കൂട്ടുചേരൽ, കേരളത്തിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും UDF-നോടൊപ്പമാണെന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും സംശയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അതിനോടൊപ്പമാണ് മലയാള മനോരമ എന്ന ഏറ്റവും വലിയ പത്രം, അവരുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും, പിന്നീട് മറ്റു മാധ്യമങ്ങളും. ഇപ്പോൾ ഒരു ഇടതുപക്ഷം തോൽക്കണം എന്നാഗ്രഹിക്കുന്ന ഇടതുപക്ഷവും കൂടി അവരോടൊപ്പം ഉണ്ടായിരിക്കുന്നു. ഇവർ മാത്രമല്ല, ഈ ഒരു സംവിധാനത്തിൽ തന്നെ കുറേ ആളുകളുണ്ട്, സച്ചിദാനന്ദ മാഷ്. അതോടൊപ്പം ശരിയായ ഇടതുപക്ഷം എന്ന വേറൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ പുറത്താക്കപ്പെടുന്നവർ, അതുപോലെ തന്നെ നേരത്തെ VS അച്യുതാനന്ദനുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ. നമുക്ക് ഒരു മഴവിൽ സഖ്യം മറുവശത്തുണ്ട്.
യഥാർത്ഥ ഇടതുപക്ഷ ഞാനാണെന്നാണ് സതീശൻ പറഞ്ഞത്. സതീശനും അവകാശപ്പെടുന്നത് അല്ല, അതും പ്രധാനപ്പെട്ട പോയിന്റാണ്. സതീശനും അവകാശപ്പെടുന്നത് ഞങ്ങളാണ് ഇടതുപക്ഷം, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ്. നെഹ്റുവിയൻ ഇടതുപക്ഷം. നെഹ്റുവിനെ കോൺഗ്രസ് 1991 തള്ളിക്കളഞ്ഞു. നെഹ്റുവിനെ തള്ളിയിട്ടാണ് മൻമോഹൻ സിംഗിന്റെ ബജറ്റ് 92 ഉണ്ടാവുന്നത്, ഉദാരവൽക്കരണം. അതിനുശേഷം പിന്നെ നെഹ്റുവിയൻ നയങ്ങൾക്ക് വേണ്ടി വാദിച്ച ഒരാളേ ഉള്ളൂ, AICC സമ്മേളനത്തിലെങ്കിലും വാദിച്ച ഒരാള്, അത് വയലാർ രവിയാണ്. പിന്നെ അതെ, നെഹ്റുവിനെ കുറിച്ച് ഇവർ ആരും ഉച്ചരിച്ചിട്ടില്ല. അപ്പോ ഇപ്പോ അവസരവാദത്തിന്റെ പല രൂപങ്ങളിലൊന്നാണ് നെഹ്റുവിയൻ ഇടതുപക്ഷമാണ് എന്ന് പറയുന്നത്. നെഹ്റുവിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? മറ്റേ സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതി, പ്ലാനിങ്, പൊതുമേഖല, അതിനെയൊക്കെ കൈയൊഴിഞ്ഞവരാണ് കോൺഗ്രസ്. പൊതുമേഖല ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഔദ്യോഗികമായിട്ട് പൊതുമേഖല ഞാൻ പറഞ്ഞത് അതാ, ഞാൻ അവസരവാദമാണ് പറഞ്ഞത്. വി ഡി സതീശൻ പറയുന്ന അവസരവാദം. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതിൽ ഒരത്ഭുതമില്ല. കാരണം ഒരു കൈ കൊണ്ട് വിളക്ക് കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കുക, ഇതാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ എന്തും പറയാം. അതവിടെ ഇരിക്കട്ടെ, അതിനെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ മഴവിൽ സഖ്യത്തിന്റെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ബംഗാളിന്റെ കാര്യം പറഞ്ഞില്ലേ, ബംഗാളിൽ എങ്ങനെയാണ് ഉണ്ടായത്? ഈ മഴവിൽ സഖ്യമാണ് ഈ പ്രവർത്തനം നടത്തിയത്. മമതയെ ദുർഗ എന്നാണ് അന്ന് RSS വിളിച്ചത്. RSS ദുർഗ എന്ന് മമതയെ വിളിച്ചു. മമതയുടെ ഏറ്റവും വലിയ ചാവേറുകൾ ആരായിരുന്നു? SUCI മാത്രമല്ല, മാവോയിസ്റ്റുകൾ. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പങ്ക് അതിലുണ്ടായിരുന്നു. നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോ മമത, SUCI, പിന്നെ അതിനേക്കാൾ തീവ്ര ഇടതുപക്ഷമായിട്ടുള്ള മാവോയിസ്റ്റുകൾ, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, RSS, ഇവർ ഒരുമിച്ചാണ് അന്ന് നിന്നത്. എന്തായിരുന്നു ഇവരെ ഒരുമിപ്പിച്ച് ഒറ്റ പൊതു ഘടകമേ ഉണ്ടായിരുന്നുള്ളൂ, ഇടതുപക്ഷത്തെ അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ, മോദി ത്രിപുരയിൽ ജയിച്ചപ്പോൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞില്ലേ, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ ഇനി കേരളം കൂടിയുള്ളൂ കേരളം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJP പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് അവർ അധികാരത്തിൽ വരുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തന്നെ അവർ വിജയിച്ചു എന്നാണ് അവർ കണക്കാക്കുന്നത്. പിന്നെ കേരളത്തിലേക്ക് 5 വർഷത്തെ ദൂരമേ ഉള്ളൂ എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ടാണ് അതെ, അമിത്ഷാ എന്താ പറഞ്ഞത്, ഇപ്രാവശ്യം മറ്റേ BJP ജയിക്കണമെന്നോ ജയിക്കുന്നോ അല്ല, ഒറ്റ അജണ്ടയുള്ളൂ, ഇടതുപക്ഷത്തെ കേരളത്തിൽ നിന്ന് കൂടി തുറച്ചു നീക്കിയാൽ രാജ്യത്ത് മുക്ത ഭാരതം, അതെ, തുറച്ചു നീക്കാം എന്നാണ്. ഇവിടെ ബഹുമാന്യരായിട്ടുള്ള സച്ചിദാനന്ദ മാഷെ പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യം, ഇടതുപക്ഷം കേരളത്തിൽ വീണ്ടും ജയിക്കേണ്ടത് കേരളത്തിന്റെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. പൊതുപണിമുറക്ക്, ഈ പറഞ്ഞ തൊഴിലാളികൾക്കെതിരായ ചൂഷണത്തിനെതിരെ, ലേബർ കോഡിനെതിരെ ഒക്കെ നടക്കുന്ന ഒരു വലിയ റെസിസ്റ്റൻസാണ്. എന്താണ് കേരളത്തില് INTUC ചെയ്യുന്നത്? അല്ല, അവരുടെ ഇഷ്ടത്തിനല്ല, കോൺഗ്രസിന്റെ വിലക്ക് കാരണം അവർ പങ്കെടുക്കുന്നില്ല. ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും INTUC ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാണ്. വിട്ടുനിൽക്കുന്നത് BMS മാത്രമേ ഉള്ളൂ. കേരളത്തിലോ BMS-ഉം INTUC-യും ഒരുമിച്ച് വിട്ടുനിൽക്കുന്നു. അപ്പോൾ സച്ചിദാനന്ദ മാഷെ പോലുള്ള ആളുകൾ ഈ ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തെ വളരെ ലളിതമായിട്ട് കാണുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അല്പം ഖേദത്തോടു കൂടി ഞാൻ ചിന്തിക്കുകയാണ്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒന്ന് ശാന്തമായിട്ട് മനസ്സിരുത്തിയും ചിന്തിച്ചാൽ ഈ നിലപാടിൽ മാറ്റം വരുമായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടതുമുക്ത ഭാരതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതാണോ ഈ കാലത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സച്ചിദാനന്ദൻ മാസ്റ്റർ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ ഈ കാര്യങ്ങൾ ബോധ്യമാകുമെന്നാണ് MP രാജേഷ് അവകാശപ്പെടുന്നത്. KN ഗണേഷ്, ചരിത്രകാരൻ, മാർക്സിസ്റ്റ് ചിന്തകൻ, ഒപ്പം തന്നെ MP രാജേഷ് CPIM സംസ്ഥാന സമിതി അംഗം. വളരെ നന്ദി റിസർച്ച് ടോപ്പിക്കിൽ പങ്കെടുത്തതിന്. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം.